അപ്പോൾ ആരാ ദൈവം? അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ പിക്ചർ നിസ്സഹായനായി മനുഷ്യരുടെ സഹായവും അവൻ്റെ ഒരു പ്രാർത്ഥനയും പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുക. ഇവൻ്റെ ഒരു പണി ചെയ്യാൻ ആരാ? ദൈവം തീരുമാനിക്കുന്ന ഒരു കാര്യം നടപ്പാക്കാൻ ദൈവം മനുഷ്യരുടെ സഹായവും ചോദിച്ച് ഇങ്ങനെ കാത്തിരിക്കുക. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതെവിടെ നിന്ന് വന്നതാ? ദിസ് ഈസ് നോട്ട് ദ ബൈബിൾ. ബൈബിളിലെ ദൈവം സകലത്തിനും മീതെ അധികാരിയും ഒരു പദ്ധതി ഇട്ടാൽ അത് നടപ്പാക്കാൻ കഴിവുള്ളവനുമാണ്. അതിന് മനുഷ്യൻ്റെ ഒരു സഹായവും ആവശ്യമില്ലെന്ന് മാത്രമല്ല, ഈ സാത്താന് പോലും ദൈവത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരാളുടെ അടുത്ത് വരാനോ ശ്വാസം വിടാനോ പോലും കഴിയില്ല. 5 സോളാസ് എന്തൊക്കെയാണ്? നമുക്ക് ഏത് ഓർഡറിൽ പറഞ്ഞാൽ കൃപ മാത്രം, വിശ്വാസം മാത്രം, ക്രിസ്തു മാത്രം, വചനം മാത്രം, ദൈവത്തിൻ്റെ മഹത്വം മാത്രം. ഒന്നും കൂടെ വിശദീകരിച്ചാൽ കൃപ മാത്രം. എത്ര വലിയ വിശുദ്ധനായാലും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവനൊരു കാര്യം പറയേണ്ടി വരും, ഞാൻ ഇവിടെ വരുന്നത് കൃപ മാത്രം. നോട്ട് മൈ മെറിറ്റ്, എൻ്റെ മെറിറ്റ് അല്ല. there are no meritorious admissions in heaven, only grace admissions. ഏതു മനുഷ്യനും സ്വർഗത്തിൽ ചെല്ലുന്നത് ഇറ്റ് ഈസ് ബൈ ഗ്രേസ്. എങ്ങനെയാണ് ഒരു അടിസ്ഥാന വേദോപദേശം ഉണ്ടാകുന്നത്? എങ്ങനെ അത് സത്യമെന്ന് മനസ്സിലാക്കാം? എന്താണ് നമ്മൾ അനുഗമിക്കേണ്ടത്? എല്ലാവരും പറയുന്ന അവരുടെ സിസ്റ്റം കറക്റ്റാണ്. ഇപ്പം പുതുതായിട്ട് ഇറങ്ങിയിരിക്കുന്ന 1-2 പ്രതിഭാസങ്ങൾ, പുതുതല്ല കേട്ടോ ഇതൊന്നും, ഇന്ന് ഇറങ്ങിയിരിക്കുന്ന എല്ലാ ദുരുപദേശങ്ങളും AD 300 മുമ്പ് ഇറങ്ങിയിട്ടുള്ളതാണ്. അതെല്ലാം പിന്നെ ഒന്നും കൂടെ പിശാച് ഇറക്കി നോക്കിപ്പിക്കുന്നതാണ്. അപ്പം നമുക്ക് ദൈവത്തോടൊന്ന് നന്ദി പറയണം. എന്ത് ചെയ്യണം? ഒരു ആലയം പണിയാൻ പൈസ കൊടുത്താൽ മതിയോ? കേൾക്കുന്നുണ്ടോ? എൻ്റെ മോൾക്ക് അമേരിക്കയിൽ ജോലി കിട്ടി ബ്രദറെ. ഞാനുണ്ട് സന്തോഷത്തിന്. ആരെ സന്തോഷിപ്പിക്കാനാ? ദൈവത്തിനൊരു നേർച്ച കഴിക്കുന്ന പോലെ ഒരു ആലയത്തിനൊരു ഡോർ ഞാൻ വെച്ച് കൊടുത്തേക്കാം. ആവശ്യമുണ്ടോ? വേദോപദേശങ്ങളുടെ അടിസ്ഥാനങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമുക്ക് ഒരു കൃത്യമായ ഉപദേശമുണ്ടോ? സ്റ്റേജിൽ എന്തും പറയാമോ? ആത്മാവ് പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്തുമാത്രം ആത്മാവ് പറയും? ഇത് സത്യമാണോ? ആത്മാവ് തന്നെയാണോ പറയുന്നത്? നമുക്ക് ഇന്നത്തെ കാലത്ത് ഒത്തിരി ടീച്ചേഴ്സ് ഉണ്ട്, ഒത്തിരി ടീച്ചിങ്സ് ഉണ്ട്. പുൾപിറ്റിൽ ആർക്ക് വേണമെങ്കിലും വന്ന് എന്തും പറയാവുന്ന ഒരവസ്ഥയുണ്ട്. ഓരോ ടീച്ചേഴ്സും പറയുമ്പോഴും, ഓരോ പ്രൊഫറ്റ്സും ഓരോ പ്രീച്ചേഴ്സും സംസാരിക്കുമ്പോഴും അവരെല്ലാം പറയുന്നത് ദൈവം എന്നെ കാണിച്ചു തന്നു, ദൈവം എന്നോട് സംസാരിച്ചു. പക്ഷേ അതുകൊണ്ട് സംഭവിക്കുന്നത് എല്ലാവരോടും ദൈവം സംസാരിക്കുന്നു എന്ന് പറയുമ്പോഴും പലതരം ഉപദേശങ്ങളാണ് പരക്കുന്നത്. ദൈവമാണ് എല്ലാവരോടും സംസാരിക്കുന്നതെങ്കിൽ എല്ലാവരോടും ഒരുപോലെ സംസാരിക്കണ്ടേ? വേണ്ടേ? ദൈവമാണ് എല്ലാവരോടും സംസാരിക്കുന്നതെങ്കിൽ എല്ലാവരോടും ഒരുപോലെ സംസാരിക്കണം. പക്ഷെ അങ്ങനെ ഒരുപോലെ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറില്ല. പലരോടും പലതാണ് സംസാരിക്കുന്നത്. അതൊന്നും ഒന്നിനോട് ചേരുന്നില്ലാത്ത അവസ്ഥയിലാണ് പലപ്പോഴും ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കലും ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, വേദപുസ്തകത്തിൽ എബ്രായലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമാണ്, വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ട വചനത്തെ ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന്. ഈ ഒഴുകി പോവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഒഴുകിപ്പോകുന്നത് എപ്പോഴും ക്രിസ്തുവിൻ്റെ പത്യവചനങ്ങളിൽ നിന്ന് മാനുഷികമായ കൽപ്പനകളിലേക്കും ചിന്തകളിലേക്കും ഒക്കെയാണ്. കാരണം മനുഷ്യൻ ജനിക്കുമ്പോഴേ വളരുമ്പോഴേ അവനിൽ പാപവുമുണ്ട്, അവനെ ആശ്വസിപ്പിക്കാൻ ഒരു മതവുമുണ്ട്. എല്ലാ മനുഷ്യർക്കും ഒരു മതമുണ്ട്. ജനിക്കുമ്പോഴേ ചില ചിന്താഗതികളുമായിട്ടാണ് അവൻ വളർന്നു വരുന്നത്. അത് ചിലപ്പോൾ സമൂഹത്തിൽ നിന്ന് കിട്ടുന്നതായിരിക്കും, ചിലപ്പോൾ അവൻ തന്നെ ആർജിച്ചെടുക്കുന്നതായിരിക്കാം. പ്രത്യേകിച്ച് സുവിശേഷം കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഇവന് കുറേ ഐഡിയാസ് ഉണ്ട്. ഈ ഐഡിയാസ് പലതും മരിക്കുന്നില്ല. ഇത് ജീവിതകാലം മുഴുവനുണ്ട്. ലോകത്തിനൊരു പൊതുവായ പഠന രീതിയുണ്ട്. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറയുന്നത് നല്ലത് ചെയ്താൽ സ്വർഗത്തിൽ പോകും. അതെല്ലാം മതത്തിലുള്ളതാണ്. ഒരു കോമൺ റെവലേഷൻ്റെ ഭാഗമാണ്. എന്തെങ്കിലും മോശമായിട്ട് ജീവിച്ചാൽ നീ നരകത്തിൽ പോകുമെന്ന് പറയുന്നു. കോമൺ ഭയപ്പെടുത്തൽ. അതിൻ്റെ കാരണം ദൈവം അവനെ വെളിപ്പെടുത്തുവാൻ 2 രീതികളാണ് പ്രയോഗിച്ചിട്ടുള്ളതെന്നുള്ളതാണ്. ഒന്ന് സാമാന്യ വെളിപ്പാടുകളാണ്. ഈ സാമാന്യ വെളിപ്പാടുകൾ ലോകത്തുള്ള എല്ലാവർക്കും അവൈലബിൾ ആണ്. സാമാന്യ വെളിപ്പാടുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ രക്ഷയ്ക്ക് ഒരു കാരണവശാലും ഗുണം ചെയ്യുന്ന കാര്യങ്ങളല്ല. സാമാന്യ വെളിപ്പാടുകൾ ദൈവമുണ്ട് എന്ന് കണ്ടെത്താൻ മാത്രമേ നമ്മളെ സഹായിക്കുകയുള്ളൂ. ദൈവമുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തുന്നത്
വേദപുസ്തകത്തിൽ നിന്നാകണം നിർബന്ധമില്ല. ദൈവമുണ്ട് എന്നുള്ള കണ്ടെത്തൽ തീർച്ചയായിട്ടും പൊതു വെളിപ്പാടിൽ നിന്ന് വരണം എന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ലോകത്തിലുള്ള സകല മനുഷ്യർക്കും അത് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് റോമാലേഖനത്തിൽ നമ്മൾ കണ്ടു. അവൻ്റെ ദിവ്യത്വവും നിത്യശക്തിയും എല്ലാവർക്കും സൃഷ്ടിയുടെ ആരംഭം മുതൽ വെളിപ്പെട്ടിരുന്നു. ദൈവമുണ്ട് എന്നുള്ള വെളിപ്പാട് പ്രപഞ്ചത്തിൽ നൽകപ്പെട്ടിരുന്നു. ദൈവമുണ്ടെന്നുള്ള വെളിപ്പാട് മാത്രമല്ല, നമ്മൾ നീതിയോടെ ജീവിക്കണമെന്നുള്ള വെളിപ്പാടും ഈ ദൈവിക വെളിപ്പാടിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ദൈവമുണ്ട് എന്നൊരു മനുഷ്യൻ വിശ്വസിച്ചാൽ അവന് ചില നീതിയുടെ വെളിപ്പാടുകൾ കൂടി ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്ന പാപങ്ങളുടെ വലിയൊരു ലിസ്റ്റ് നമ്മൾ വായിച്ചാൽ അതൊന്നും വിശ്വാസികളോട് എന്ന് മനസ്സിലായവർ എല്ലാവരും ചെയ്യേണ്ട നന്മ തിന്മകളെക്കുറിച്ചാണ് റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം മുതൽ പറയുന്നത്. ശരിക്കും റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 21-22 വരെ പൊതു വെളിപ്പാടുകളിലൂടെ ജനങ്ങൾ എങ്ങനെ പരാജയപ്പെടുന്നുവെന്ന് മാത്രമാണ് പൗലോസ് പറയുന്നത്. പൊതു വെളിപ്പാടുകൾ, അതായത് ദൈവികമാണ്, എന്നാൽ പ്രപഞ്ചത്തിലൂടെയും മനസാക്ഷിയിലൂടെയും വെളിപ്പെടുന്ന എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിച്ചു ബ്രദറെ എന്ന് പറയുന്നതൊന്നും പ്രത്യേക വെളിപ്പാടാകണമെന്നില്ല. അതൊക്കെ ഈ പൊതുവെളിപ്പാടിൻ്റെ ഭാഗമാകാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ പൊതുവെളിപ്പാടുകളിലും നന്മ തിന്മകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, അല്ലേ? ഞാനൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഭയങ്കര കൃത്യമായ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട ശേഷം അത് ഇത്തിരി കുറഞ്ഞത്. കർത്താവിൻ്റെ ആത്മാവ് എന്നിൽ വരുന്നതിന് മുമ്പ് തന്നെ ചില സ്വപ്നങ്ങൾ കണ്ട് അതുപോലെ നടക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അത്ര അങ്ങനെ നടക്കുന്നില്ല. അപ്പോൾ ഇതിനകത്തെല്ലാം ഈ ലോകത്ത് തന്നെ ഉള്ള അനേകം ശക്തികൾ, അനേകം വെളിപ്പെടുത്തലുകൾ, നമ്മുടെ മനസ്സിന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത മനസ്സിൻ്റെ തന്നെ പലതരം ശക്തികൾ, ഇങ്ങനെയുള്ള പല ശക്തികളും ഉപദേശങ്ങളും ചിന്തകളും മതങ്ങളും നീതി വ്യവസ്ഥകളും ലോകത്തിൽ മുഴുവനുണ്ട്. ഇതെല്ലാം പൊതു വെളിപ്പാടിനെ ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ട് പാപിയായ മനുഷ്യൻ ചിന്തിച്ചുണ്ടാക്കുന്നതും അവൻ്റെ വികലമായ മനസ്സിൽ തോന്നുന്നതുമാണ്. ഇത് റോമാലേഖനം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ പ്രത്യേക വെളിപ്പാടെന്ന് പറയുന്നത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതല്ല, മനസാക്ഷിക്ക് തോന്നുന്നതല്ല. അത് ദൈവം നമുക്ക് പ്രത്യേകമായി നൽകുന്നതാണ്. അത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ളതാണ്, വിളിക്കപ്പെട്ടവർക്കുള്ളതാണ്, വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. അത് വചനത്തിലൂടെയാണ് പ്രധാനമായും നമുക്ക് ലഭിക്കുന്നത്. കാരണം അന്ന് ലഭിച്ചപ്പോൾ അത് വചനത്തിലൂടെ അല്ല ലഭിച്ചത്. ഇപ്പോൾ യെശയ്യാവിന് ലഭിച്ചത് വചനത്തിലൂടെ അല്ല, നേരിട്ടുള്ള ഓറക്കിൾസ് ആയിട്ടാണ്. അതുപോലെ അന്ന് ദൈവം സംസാരിക്കുമ്പോൾ ദാറ്റ് വാസ് ഓൺലി എ സ്പോക്കൺ വേർഡ്. പക്ഷേ അത് കോഡിഫൈ ചെയ്തൊരു വേദപുസ്തകമായിട്ട് നമ്മുടെ കയ്യിലേക്ക് ലഭിക്കുമ്പോൾ, എൻ്റെ കയ്യിലേക്ക് അത് ലഭിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്നത് എ റിട്ടൺ സെറ്റ് ഓഫ് ഡോക്യുമെൻസിലൂടെയാണ്. പ്രാഥമികമായി അതിലൂടെ മാത്രമേ ദൈവം സംസാരിക്കുകയുള്ളൂ എന്ന് ബ്രദറുകാർ പറയുന്ന പോലെ ഞാൻ പറയുന്നില്ല. പ്രാഥമികമായി ദൈവം ഉപയോഗിക്കുന്നത് ഈ റിട്ടൺ ടെക്സ്റ്റ് ഓഫ് ദ ബൈബിളാണ്. എന്തുകൊണ്ട്? ഈ വേദപുസ്തകത്തിലെ ഉപദേശങ്ങൾ വളരെ പ്രധാനമാണ്. ഒരു മനുഷ്യൻ വന്ന് സംസാരിക്കുമ്പോൾ, ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. സ്വരാഷ്ട്രിയൻ മതം എന്ന് പറഞ്ഞൊരു മതമുണ്ട് ഇന്ത്യയിൽ, പാഴ്സികളുടെ മതം. ഈ പാഴ്സികളുടെ മതത്തിലെ ദൈവത്തിൻ്റെ പേരെന്താണെന്നറിയോ? അഹുറ മസ്ദ എന്നാണ്. അഹുറ മസ്ദ. അതുപോലെ ഒരു ഡെവിളും ഉണ്ട്, അവർക്ക് ഒരു സാത്താനും ഉണ്ട്. അതിൻ്റെ പേര് സ്പെൻഡാമൈനോ എന്നോ മറ്റോ, ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ അവർ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഡ്യുവലിസം. അതായത് ദൈവം പോലെ തന്നെ, ഈ അഹുറാമസ്ദയെ പോലെ തന്നെ ശക്തിയുള്ള ആളാണ് ആരും? ഈ സാത്താനും. അപ്പം സാത്താനും ദൈവവും ഒരാൾ നന്മയുടെ സൈഡിലും വേറൊരാൾ തിന്മയുടെ സൈഡിലും നിൽക്കുന്നു. അപ്പം നിങ്ങൾ ആരുടെ കൂടെ കൂടും എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ നന്മയുടെ കൂടെ കൂടിയാൽ ദൈവത്തിൻ്റെ സൈഡ് ജയിക്കും, തിന്മയുടെ കൂടെ കൂടിയാൽ തിന്മയുടെ സൈഡ് ജയിക്കും. മനസ്സിലായോ? അപ്പോൾ ആർക്കാ ശക്തി? ദൈവവും പിശാചും തുല്യവും വിപരീതവുമായ രണ്ട് ശക്തികളാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഇത് തന്നെയാണ് ഇന്ന് പല പ്രസംഗങ്ങളും സ്റ്റേജിലൂടെ പറയുന്നതും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ പിശാച് സമ്മതിക്കുന്നില്ല. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഭയങ്കര പദ്ധതികളാണ്, പക്ഷെ നടക്കുന്നില്ല. കാരണം പിശാച് സമ്മതിക്കുന്നില്ല. അപ്പൊ ആരാ ദൈവം? അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ പിക്ചർ നിസ്സഹായനായി മനുഷ്യരുടെ സഹായവും അവൻ്റെ ഒരു പ്രാർത്ഥനയും പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുക. ഇവൻ്റെ ഒരു പണി ചെയ്യാൻ ആരാ? ദൈവം തീരുമാനിക്കുന്ന ഒരു കാര്യം നടപ്പാക്കാൻ ദൈവം മനുഷ്യരുടെ സഹായവും ചോദിച്ച് ഇങ്ങനെ കാത്തിരിക്കുക. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതെവിടെ നിന്ന് വന്നതാ?
ദിസ് ഈസ് നോട്ട് ദ ബൈബിൾ. ബൈബിളിലെ ദൈവം സകലത്തിനും മീതെ അധികാരിയും ഒരു പദ്ധതി ഇട്ടാൽ അത് നടപ്പാക്കാൻ കഴിവുള്ളവനുമാണ്. അതിന് മനുഷ്യൻ്റെ ഒരു സഹായവും ആവശ്യമില്ലെന്ന് മാത്രമല്ല, ഈ സാത്താന് പോലും ദൈവത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരാളുടെ അടുത്ത് വരാനോ ശ്വാസം വിടാനോ പോലും കഴിയില്ല. അപ്പം നമ്മൾ ഇന്നത്തെ പോപ്പുലർ മതത്തിൽ വളർത്തി വിട്ടിരിക്കുന്ന വലിയ പിശാചുണ്ടല്ലോ, അത് ശരിക്കും ഒരു സ്ട്രോങ് ദുരുപദേശത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പം സ്റ്റേജിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് ദുരുപദേശമാണല്ലോ എന്ന് മനസ്സിലാകണമെങ്കിൽ എന്താണ് ഉപദേശം എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ ഈ സാത്താൻ്റെ ശക്തിയെ മാഗ്നിഫൈ ചെയ്ത് നമ്മൾ അവതരിപ്പിക്കുമ്പം, ദൈവത്തെ നിസ്സഹായനാക്കുമ്പം ചിലപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ദൈവത്തിന് വേറെ വഴിയില്ല സഹോദരൻ. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എനിക്ക് സഹതാപം തോന്നുന്നത് ദൈവത്തോടാണ്, അവരുടെ ദൈവത്തോട്. ഹു ഈസ് ദാറ്റ് ഗോഡ്? അപ്പൊ ദൈവം ആരാണെന്ന് പഠിക്കുന്നത് തന്നെ നമുക്ക് ഭയങ്കര എഡിഫൈങ് ആണ്. ഹു ഈസ് അവർ ഗോഡ്? ചില പറയും ദൈവം അവന് കൊടുത്താൽ അവൻ നിന്നെ മാനിക്കും. അപ്പൊ ദൈവം നമ്മൾ പൈസ ഇടുന്ന നോക്കിയിരിക്കുകയാണ്. യേശു അങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. ഇവൻ കൂടുതലിട്ട് ഇവനെ അനുഗ്രഹിച്ചേക്കാം. അപ്പൊ ഇവിടെ എല്ലാം ദൈവത്തിന്റെ പിക്ചർ കാണുന്ന അത്യാഗ്രഹിയായ, ആരാധന കൊതിയനായ, നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്തോ എന്ന് നോക്കി ഇരുന്നിട്ട് അനുഗ്രഹിക്കാൻ വെയിറ്റ് ചെയ്യുന്ന, അല്ലേ, നമ്മുടെ പ്രവൃത്തികളുണ്ട്, അവൻ കൊള്ളാം കേട്ടോ, അവനെ അനുഗ്രഹിച്ചേക്കാം, ഇവൻ ശരിയായില്ല, അവനെ വിട്ടേക്കാം എന്നിങ്ങനെ മനുഷ്യരെ നോക്കി തീരുമാനമെടുക്കുന്ന, മനുഷ്യരുടെ പ്രവൃത്തികളെ ആശ്രയിച്ച് ഈ ലോകത്തെ പ്ലാൻ ചെയ്യുന്ന ഒരു നിസ്സഹായനായ, നമ്മളെ ആശ്രയിച്ചിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പിക്ചറാണ് ഇന്ന് കോമൺലി നമ്മൾ കാണുന്നത്. അതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അത്തനേഷ്യസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ പറഞ്ഞു, അതെന്നാ പറഞ്ഞെന്നറിയോ? AD 325 പറഞ്ഞു, ലോകത്തുള്ള എല്ലാ ദുരുപദേശങ്ങളുടെയും ആരംഭം ദൈവമാര് എന്നുള്ളതിലും അവൻ്റെ ത്രിയേക സ്വഭാവം നിഷേധിക്കുന്നതിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. ഒന്നുകൂടെ കേൾക്കണം. ദൈവത്തിൻ്റെ പ്രകൃതം, സ്വഭാവം, അവൻ്റെ ത്രിയേക പ്രകൃതം, നേച്ചർ, ട്രയൂൺ നേച്ചർ ഓഫ് ഗോഡ്, അതിനെ നിഷേധിക്കുന്നതിൽ നിന്നാണ് എല്ലാ ദുരുപദേശങ്ങളും ഉണ്ടാകുന്നത്. ഇത് ഒരർത്ഥത്തിൽ വളരെ സത്യമായ കാര്യമാണ്. അപ്പം ഇന്ന് നമ്മൾ പെട്ടെന്ന് കേൾക്കുകയാണ്, ഒരു സ്റ്റേജിലോട്ട് കയറുന്ന ഒരാൾ പറയുകയാണ്, കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടതാണ്, നിങ്ങളുടെ പദ്ധതികളൊന്നും നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്, ദൈവത്തിൻ്റെ പദ്ധതികളെ നടക്കുള്ളൂ. നല്ല വാക്യമല്ലേ? നല്ല വാക്യം. പക്ഷെ അടുത്ത വാക്യം എന്താണെന്നറിയോ? നിങ്ങൾ ഒരു പക്ഷേ പദ്ധതി ഇട്ടിരിക്കുന്ന ഗൾഫിൽ പോകാനായിരിക്കും, ദൈവം പദ്ധതി ഇട്ടിരിക്കുന്ന അമേരിക്കയിൽ പോകാൻ. ഇത് എത്രാമത്തെ അധ്യായത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്? അപ്പൊ ദൈവത്തിന്റെ പദ്ധതികൾ ഒരാളിരുന്ന് സ്റ്റേജിൽ നിന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള പദ്ധതികൾ പറയുമ്പോൾ, ഇത് എത്രാം അധ്യായത്തിലാണ്, എത്രാം വാക്യത്തിലാണ് ഇങ്ങനൊരു വാഗ്ദത്തം ഉള്ളത്? ക്രിസ്തു ആയിരുന്നെങ്കിൽ ഇങ്ങനൊരു വാഗ്ദത്തം എനിക്ക് നൽകുമായിരുന്നോ? ദൈവത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അവൻ ഇങ്ങനെ പറയുമോ? എൻ്റെ ദൈവം ആരാണ്? അവൻ്റെ പ്രകൃതം എന്താണ്? ഇത് അറിയാതെ ഇരിക്കുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചോ തിരുവെഴുത്തുകളെക്കുറിച്ചോ ഒന്നും അറിയാത്തത് കൊണ്ട് അവർ തെറ്റിപ്പോകുന്നു, പരിജ്ഞാനമില്ലാതെ നടക്കുന്നു. ആര് സ്റ്റേജിൽ വന്ന് ഉപദേശിച്ചാലും അത് ദിവ്യമെന്ന് വിചാരിക്കുന്നു. അവർ നല്ല സ്വഭാവമുള്ളവരാണ്, മിടുക്കന്മാരാണ്, സമർത്ഥരാണ്, ഉപദേശിക്കാൻ സമർത്ഥരാണെങ്കിൽ അത് ശരിയെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പെൻഡക്കോസ്റ്റൽ ചർച്ച് എന്ന് പറയുന്നത് ഒരു കോമൺ ഉപദേശ അടിസ്ഥാനമില്ലാതെ ആർക്ക് വേണമെങ്കിലും എന്തും പഠിപ്പിക്കാവുന്നതും, വീണ്ടും ജനനം എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്തതും, കുറച്ച് നല്ല ടീച്ചേഴ്സും കുറച്ച് നല്ല പ്രോഫറ്റ്സും കുറച്ച് നല്ല പ്രസംഗങ്ങളുടെ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു കുട്ടി സാമ്രാജ്യങ്ങളുമായിട്ട് മാറി. ഇത് നന്നാവോ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് പരിശോധിക്കാം. അതാണ് എൻ്റെ ഉദ്ദേശം. എന്താണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ? ഈ ഉപദേശപരമായ ഫൗണ്ടേഷൻസ് എന്താണ്? ഈ ഫൗണ്ടേഷൻസ് ഞാൻ എടുക്കുന്നത് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിൽ നിന്നാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ പറയുമല്ലോ. ലോകത്തിലുള്ള ആരോട് ചോദിച്ചാലും, യഹോവസാക്ഷിയോട് ചോദിച്ചാലും, ഡെൽഫിയൻസിനോട് ചോദിച്ചാലും, ലോകത്തിലുള്ള ഈ കൃപയുടെ സംഘം ഉണ്ടല്ലോ, എന്താ പറയുക, ചീപ്പ് കൃപയുടെ സംഘം എന്നവരെ വിളിക്കാൻ കൊള്ളുകയില്ല. ശരിക്കും അങ്ങനെ കൃപയെ നമ്മൾ അപമാനിക്കാൻ പാടില്ല. അത് വ്യാജ കൃപയുടെ വക്താക്കളായ ആളുകൾ, ഇവരോടെല്ലാം ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ ബൈബിളിൽ നിന്നാണ് ഇതെല്ലാം സംസാരിക്കുന്നത്. അപ്പം ഞാനും പറയുകയാണ്, ഇപ്പം ബൈബിളിൽ നിന്നാണ് സംസാരിക്കുന്നത്.
അപ്പോൾ നിങ്ങൾ ചോദിക്കും, അവരും ബൈബിളിൽ സംസാരിക്കുന്നു, ഇവരും ബൈബിളിൽ സംസാരിക്കുന്നു, ഇവരെല്ലാം ബൈബിളിലെ വചനം എടുക്കുന്നു, നിങ്ങൾ പറയുന്നത് മാത്രം ശരിയെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഇതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ നിങ്ങളോട് പലപ്പോഴും ഇവിടെ മല്ലപ്പള്ളി ചർച്ചിൽ ഒന്ന് സംസാരിച്ചിട്ടുണ്ട്, വർഷങ്ങളായിട്ട് സംസാരിക്കുന്നു. 2013 തുടങ്ങിയതാണ് ഈ മല്ലപ്പള്ളിയിലുള്ള നമ്മുടെ വചനമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ. എങ്ങനെയാണ് ഒരു വേദശാസ്ത്രം ഉരുവാകുന്നത്, എങ്ങനെയാണ് ഒരു അടിസ്ഥാന വേദോപദേശം ഉണ്ടാകുന്നത്, എങ്ങനെ അത് സത്യമെന്ന് മനസ്സിലാക്കാം, എന്താണ് നമ്മൾ അനുഗമിക്കേണ്ടത്? എല്ലാവരും പറയുന്ന അവരുടെ സിസ്റ്റം കറക്റ്റാണ്. ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയിരിക്കുന്ന 1-2 പ്രതിഭാസങ്ങൾ, പുതുതല്ല കേട്ടോ ഇതൊന്നും, ഇന്ന് ഇറങ്ങിയിരിക്കുന്ന എല്ലാ ദുരുപദേശങ്ങളും AD 300 മുമ്പ് ഇറങ്ങിയിട്ടുള്ളതാണ്. അതെല്ലാം പിന്നെ ഒന്നും കൂടെ പിശാച് ഇറക്കി നോക്കിപ്പിക്കുന്നതാണ്. ഉദാഹരണത്തിന് മോഡലിസം എന്ന് പറയുന്നൊരു ദുരുപദേശം, മോഡലിസ്റ്റ് മൊണാർക്കിനിസം എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. മോഡലിസം എന്ന് പറഞ്ഞാൽ ദൈവം ഒന്നേ ഉള്ളൂ, പഴയ നിയമത്തിൽ പിതാവായും പുതിയ നിയമത്തിൽ പുത്രനായും പരിശുദ്ധാത്മാവ് ഇപ്പോൾ പരിശുദ്ധാത്മാവായും ആകെ ഒരു ദൈവമേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ പിതാവില്ല, അത് തന്നെയാണ് പിതാവ്. അപ്പം നമ്മുടെ കൂടെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവെല്ലാം നമ്മുടെ കൂടെയാണ്. യേശു ക്രിസ്തു ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്ന പുത്രൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ദൈവമുള്ളൂ, പുത്രനായിട്ട് വന്നു, പിതാവായിട്ട് വന്നു. പെന്തക്കോസ്തുകാർ എങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? പെന്തക്കോസ്തുകാർ എങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ചർച്ച് എന്ന് പറഞ്ഞ് ഇഷ്ടം പോലെയുണ്ട്. യേശുവിൻ നാമക്കാർ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവിൻ നാമത്തിൽ സ്നാനപ്പെടുന്നു പറയുന്ന വലിയൊരു പങ്ക് ആൾക്കാർ ഇതാ വിശ്വസിക്കുന്നത്. ഇത് AD 325 മുമ്പ് ഉണ്ടായിരുന്നതാണ്. നിക്കാ വിശ്വാസ പ്രമാണത്തിൽ അവർ കഠിനമായ ദുരുപദേശം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനേകം ദുരുപദേശങ്ങൾ മടങ്ങി വരുന്നു. അപ്പോൾ എന്താണ്, എവിടെയാണ് ഈ സത്യം കിടക്കുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. ട്രൂത്ത്, വാട്ട്സ് ദ ട്രൂത്ത്? ഞാൻ പറയുന്നതാണ് സത്യം, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആദ്യം അവിടെ തുടങ്ങാം അല്ലേ? അതായത് അവർ പറയുന്നത് സത്യം, ഇപ്പം ഈ മോഡലിസ്റ്റുകാർ പറയുന്നത് ഞങ്ങൾ പറയുന്ന സത്യം. അപ്പോൾ എങ്ങനെ തുടങ്ങാം? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ചരിത്രപരമായുള്ള ദൈവത്തിൻ്റെ സഭയിലുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകളെ കുറിച്ചാണ്. ഇതും ദൈവത്തിൻ്റെ പ്രകൃതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ അങ്ങോട്ട് വരും. പക്ഷേ ദൈവത്തെക്കുറിച്ച് ചില ആൾക്കാർ പറയുന്നത് ഹീസ് എ ക്ലോക്ക് മേക്കർ ഗോഡ് എന്ന്. അതായത് ദൈവം ഒരു ക്ലോക്ക് ഉണ്ടാക്കി വെച്ച് പോയി, ഇനി ക്ലോക്ക് തന്നെ ഓടിക്കോളൂ എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാം സൃഷ്ടിച്ച് ഇങ്ങനെ വെച്ചിട്ട് ദൈവം അങ്ങ് മാറി. ഇനിയിപ്പോൾ നിങ്ങൾ തല്ലി കൊല്ലുവാണെങ്കിൽ മോശം ആൾക്കാരെല്ലാം പിടിച്ച് അവസാനം നരകത്തിലിട്ടോളാം, മര്യാദയ്ക്ക് ജീവിക്കുന്നവരൊക്കെ മര്യാദയ്ക്ക് ജീവിക്കും, ഞാനൊന്നിനും ഇടപെടുന്നില്ല, ആരും സ്വന്തമായിട്ട് നന്നാക്കുന്നില്ല, ആരെയും പ്രത്യേകിച്ച് രക്ഷിക്കുന്നില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ. ഇതാണ് ക്ലോക്ക് മേക്കർ ഗോഡ് എന്ന് പറയുന്നത്. ദൈവം അങ്ങനെയാണോ? മിണ്ടുന്നില്ലല്ലോ. ഇനി അങ്ങനെങ്ങാനും ആണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? അല്ല, ദൈവം ഓരോ സമയത്തും നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അവൻ എപ്പോഴും പദ്ധതികൾ ഇടുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നവനാണ്. അവൻ്റെ ഒരു പദ്ധതിയും നടപ്പാക്കാതെ പോവുകയില്ല. സംശയമുണ്ടോ അതിനകത്ത്? ദൈവത്തെ നമ്മൾ ദൈവമെന്ന് വിളിക്കുന്നത് അവൻ്റെ ഒരു പദ്ധതികളും, പ്ലാൻ ഓഫ് ഗോഡ്, അത് വേണമെങ്കിൽ ഒരു ദിവസം പഠിക്കാനുള്ള കാര്യമാണ്. വെൻ ഹി മേക്സ് എ പ്ലാൻ ഹി നോസ് ഹൗ ടു വർക്ക് ഇറ്റ് ഔട്ട്. അവനൊരു പ്ലാൻ ഇട്ടാൽ അത് നടപ്പാക്കാൻ അവന് സാധിക്കും. അതിന് നമ്മുടെ സഹായം പോലും ആവശ്യമില്ല. ദാറ്റ്സ് ഗോഡ്, അതാണ് ദൈവം. അപ്പൊ ദൈവം സഭയെ ഉണ്ടാക്കിയിട്ട് അങ്ങ് വിട്ടുകൊടുക്കുകയല്ല. നിങ്ങൾ എങ്ങനെയും ഉപദേശം, എന്തെങ്കിലും ഉപദേശം എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കായിരുന്നില്ല. ചരിത്രത്തിലുടനീളം ദൈവത്തിൻ്റെ സഭയിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ആദിമസഭ വഴിതെറ്റി പോകുന്ന ഒരു AD 330 ശേഷമാണ് ശരിക്കും വഴിതെറ്റി പോകുന്നു. അതിനു മുമ്പും ചില ദുരുപദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ AD 300 ശേഷം കുസ്തന്തീനോസ് എന്ന് പറയുന്ന രാജാവ്, കേട്ടിട്ടുണ്ടല്ലോ ഇത്? അദ്ദേഹം അതുവരെ സഭയ്ക്ക് ഭയങ്കര പീഡനങ്ങളായിരുന്നു. ഈ കുസ്തന്തീനോസ് രാജാവ് ഒരു ദിവസം രാത്രി ഉറങ്ങിക്കിടന്നപ്പോൾ ഒരു സ്വപ്നം കണ്ടു. ഒരു കുരിശാണ് പുള്ളി കണ്ടത്. ഈ കുരിശ് നീ ഫ്രണ്ടിൽ വെച്ച് യുദ്ധം ചെയ്യാൻ പോയിക്കോ, നീ ജയിക്കുമെന്നൊരു ശബ്ദം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇതൊക്കെ ദൈവം കൊടുത്താണോ ദൈവം അനുവദിച്ചിട്ടാണ്? എനിവേ, ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഇവൻ കുരിശുമായിട്ട് പോയി യുദ്ധം ചെയ്തു, അവൻ ജയിച്ചു. അതോടുകൂടി കുസ്തന്തീനോസ് എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന രാജാവ് ക്രിസ്തു മതം സ്വീകരിച്ചു എന്ന് ചിലർ പറയുന്നു. ചാവാൻ കിടന്നപ്പോഴാണ് അവൻ ക്രിസ്ത്യാനിയായെന്ന് ചിലർ പറയുന്നു. പക്ഷേ ക്രിസ്തു മതത്തിന് സ്വാതന്ത്ര്യം കൊടുത്തു. അടുത്ത രാജാവ് തിയോഡോഷ്യസ് വന്നപ്പോൾ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, റോമൻ സാമ്രാജ്യത്തിൽ ക്രിസ്തു മതമല്ലാതെ വേറൊന്നും വേണ്ട. അപ്പൊ ബാക്കിയുള്ള അതുവരെ ഉണ്ടായിരുന്ന പാഗൻ മതങ്ങളെല്ലാം നിർത്തി. അപ്പൊ അവർക്ക് ദേവിമാരും ദേവന്മാരും ഉത്സവങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ ഉത്സവങ്ങൾ, ഞങ്ങളുടെ ദേവിമാര്.
അപ്പോൾ അവിടുത്തെ അച്ഛന്മാരും മെത്രാന്മാരൊക്കെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് സെമിറാമീസ് എന്ന് പറഞ്ഞ ദേവിയല്ലേ ഉള്ളത്, പകരം കന്യാമറിയാമിനെ വെച്ചോ. സൂര്യദേവന്റെ പെരുന്നാളല്ലേ നിങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ ഈ ഡിസംബർ മാസം ഒരു 21, 22 ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 22 ഒക്കെ ആകുമ്പോഴേക്കും ഏറ്റവും ചെറിയ രാത്രിയായിരിക്കും എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ രാത്രിയായിരിക്കും. ഒരു 6:30 ആകുമ്പോഴേക്കും ഇരുട്ടും, അല്ലേ? എന്ന് പറഞ്ഞാൽ ഡേ ചെറുതാ, നൈറ്റ് വലുതാ. അവിടം തൊട്ടാണ് സൂര്യൻ പിന്നെ വളർന്നു തുടങ്ങുന്നത്. ജൂൺ 21 ആകുമ്പം ഇപ്പം നമുക്ക് 6 മണി 7 മണിയായാലും വെളിച്ചമുണ്ടല്ലേ? ഉണ്ടോ? ഉണ്ട്. കാരണം ഇപ്പം സൂര്യൻ നല്ല സ്ട്രെങ്ത് നിൽക്കുക. അപ്പോൾ സൂര്യൻ എന്നാ ജനിച്ചത്? ഏതാണ്ട് ആ കാലത്തിലാണ്, ഈ ഡിസംബർ 22 ശേഷം. അപ്പോൾ അവർ അന്ന് കാൽക്കുലേറ്റ് ചെയ്തത് ഡിസംബർ 25 സൂര്യൻ്റെ പിറന്നാൾ. അതിന് പകരം കർത്താവ്. അപ്പോൾ ഇവർക്ക് സൂര്യനെ ഇനി ആരാധിക്കാൻ പറ്റില്ല. അപ്പോൾ ഉത്സവം വേണ്ടാന്ന് വെക്കാനും പറ്റില്ല. അന്നാണ് ആകെ ഇത്തിരി ബ്രാൻഡി അടിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ നീതി സൂര്യൻ്റെ ജന്മദിനം ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത് യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനമായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ 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 എല്ലാം എന്ത് ചെയ്തു? ഇവരതുപോലെ ഇങ്ങ് ട്രാൻസ്ഫർ ചെയ്തു തന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് അതിനു മുമ്പ് ഒരു പണി ഒപ്പിച്ചായിരുന്നു. AD 325 നിക്യാ വിശ്വാസ പ്രമാണം, നിക്യാ സുന്നഹദോസ് കൂടി, സിനഡ്. ഈ നിക്യയിലെ സിനഡ്, നീഷ്യൻ ക്രീഡ്, നിക്യയിലെ സിനഡ് കൂടുമ്പോൾ ഈ പറയുന്ന സകല ദുരുപദേശങ്ങളും അവിടെ ഉണ്ട്. തൃത്വത്തെ സംബന്ധിക്കുന്നു. സബേലിയനിസം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അഡോപ്ഷനിസം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതെല്ലാം ഓരോ ബിഷപ്പ്മാരും പൊക്കിക്കൊണ്ട് വരുവാ. എവിടെയാ? ഈ സിനഡിൽ സംസാരിക്കാൻ വേണ്ടി. അവിടെ ഇരുന്ന് നാളുകൾ ഇരുന്ന്, കുസ്തന്തീനോസിൻ്റെ കാലത്താണ് നടക്കുന്നത്. അത് കഴിഞ്ഞാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. നാളുകൾ ഇരുന്ന് ഇതൊക്കെ ഇന്ന കാരണത്താൽ ദുരുപദേശം എന്ന് പറഞ്ഞ് അവസാനം അവരൊരു നിക്യാവിശ്വാസ പ്രമാണം ക്രോഡീകരിച്ചുണ്ടാക്കി. നിങ്ങൾക്കറിയാമോ നിക്യാവിശ്വാസ പ്രമാണം? CSIയിലും മർത്തോമയിലും എല്ലാം ചൊല്ലുന്ന, യാക്കോബായാലും ഓർത്തഡോക്സിലും കത്തോലിക്കയിലും എല്ലാം ചൊല്ലുന്ന. എന്നാൽ കത്തോലിക്കർ ചൊല്ലുമ്പോഴും യാക്കോബക്കാർ ചൊല്ലുമ്പോഴും അതിനകത്ത് ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാം എന്നുള്ളൊരു വാക്ക്, ദൈവമാതാവായ എന്നുള്ളൊരു വാക്ക് ആഡ് ചെയ്തിട്ടാണ് അവർ പറയുന്നത്. എന്നാൽ ബാക്കി സഭകൾ പറയുമ്പോൾ അത് പറയാറില്ല, കന്യാമറിയാമിൽ നിന്ന് ജനിച്ചെന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പം നിക്യാവിശ്വാസ പ്രമാണം ലോകത്തിലുള്ള എല്ലാ സഭകളും അംഗീകരിക്കുന്ന ഒരു പ്രമാണമാണ്. ഈ നിക്യാവിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് അതിനുശേഷമാണ് കറപ്ഷൻ മുഴുവൻ വരുന്നത്. ഓക്കെ, അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിക്യാവിശ്വാസ പ്രമാണം പറയുമ്പോൾ അതിനകത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. യേശു ജനിച്ചവനാണ്, സൃഷ്ടിക്കപ്പെട്ടവനല്ല. പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനാണ്, സൃഷ്ടിയല്ല, അല്ലേ? സൃഷ്ടിക്കപ്പെടാത്തവനാണ്. അതുപോലെ യേശുവിൻ്റെ വരവ്, പാപമോചനം, കാതോലികവും ശ്ലൈഹികവുമായ ഏക സഭ എന്ന് പറഞ്ഞാൽ സ്ലീഹന്മാരാൽ സ്ഥാപിക്കപ്പെട്ടതും ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നവൻ, അല്ല കത്തോലിക്ക സഭയെക്കുറിച്ചല്ല പറയുന്നത്, ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതുമായ ഏക സഭ, സ്നാനം, ഈ വക ഉപദേശങ്ങളെല്ലാം അതിനകത്തുണ്ട്. അതിനുശേഷമാണ് ഈ നിക്യാവിശ്വാസ പ്രമാണവും കയ്യിൽ വെച്ചോണ്ടാണ് പിന്നെയുള്ള വഴിതെറ്റലുകൾ മൊത്തം. ഈ വഴിതെറ്റി പോകുമ്പോഴെല്ലാം ഇവർ ആദ്യം എന്ത് ചൊല്ലുന്നുണ്ട്? ഈ നിക്യാവിശ്വാസ പ്രമാണം ചൊല്ലുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അന്നത്തെ വിശ്വാസ പ്രമാണം ഈ 16-ാം നൂറ്റാണ്ട് വരെ അങ്ങനെ തന്നെ ചൊല്ലിക്കൊണ്ടാണ് ഇവർ ഈ തട്ടിപ്പ് പണികളെല്ലാം കാണിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വെളിയിലുള്ളവരെല്ലാം ചർച്ച എന്തായിട്ട് കണ്ടം ചെയ്തു? ഹെററ്റിക്സ് ആയിട്ട് കണ്ടം ചെയ്തു. അവരവിടെ ഇവിടെയൊക്കെ പോയി പാർത്തു, പല ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, പിന്നെ നശിച്ചു പോയി. ഇതൊന്നും പിന്നെ നിലനിന്നില്ല. ഏതാ? ഈ മോഡലിസം, സബേലിനിസം, ഇങ്ങനെയുള്ള 100,000 ഇസങ്ങളൊന്നും പിന്നെ നിലനിന്നില്ല, അതെല്ലാം നശിച്ചുപോയി. പിന്നീട് എന്ത് സംഭവിച്ചു? റോമൻ കത്തോലിക്ക സഭയിലേക്ക് ഈ മാലിന്യങ്ങളെല്ലാം കൂടെ വന്നടിഞ്ഞപ്പോൾ 16-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ആൾ, 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം, അല്ല 16-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഒരു റോമൻ കത്തോലിക്ക പള്ളിയിൽ അച്ഛനായിരുന്നു, കല്യാണം കഴിക്കാത്ത അച്ഛൻ. ഒരു ദിവസം പുള്ളി എന്തോ പാപം ചെയ്തതിൻ്റെ പേരിൽ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചാന്ന് തോന്നുന്നു, എനിക്ക് ആ ചർച്ചിൻ്റെ പേര് ഓർമ്മയില്ല, ഇതിൻ്റെ സ്റ്റെപ്പ് പുള്ളി നിരങ്ങി കയറുമായിരുന്നു. എന്തിനാണെന്നറിയോ? ഈ പാപപരിഹാരം കിട്ടാൻ വേണ്ടി. അപ്പോൾ ആ മാർട്ടിൻ ലൂതർ അത് കയറി പടി തീരാറായപ്പോൾ മാർട്ടിൻ ലൂതർ ഒരു വെളിപ്പാടുണ്ടായി. മാർട്ടിൻ ലൂതറിന് കർത്താവിൻ്റെ ശബ്ദം അവൻ കേട്ടു. റോമാലേഖനം 1:17, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇതിനൊരു 50 വർഷങ്ങൾക്ക് മുമ്പ്, അല്ല 60-70 വർഷങ്ങൾക്ക്, ആ ഒരു സമയത്ത് അനേകം ആളുകൾ ബൈബിൾ സീക്രട്ടായിട്ട് വായിക്കാൻ തുടങ്ങിയായിരുന്നു. കാരണം സഭ ഇത് വായിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ലാറ്റിനിൽ മാത്രമേ ബൈബിൾ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് വായിക്കാൻ അച്ഛന്മാർ ഞായറാഴ്ച സെമിനാറില്ല ലാറ്റിൻ പഠിപ്പിക്കുന്നത്, അവരത് വായിച്ച് പറഞ്ഞു കൊടുക്കും, അത്രയേ ഉള്ളൂ. ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടില്ലെന്ന് അവർ വിശ്വസിച്ചിരുന്നു.
ലാറ്റിൻ വൾഗേറ്റ്, ജെറോം എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയ ലാറ്റിൻ വൾഗേറ്റ് ആണ് അവരത് അന്ന് അനുഷ്ഠിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്, വായിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ പലരും ഇംഗ്ലീഷിൽ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. ജോൺ വിക്ലിഫ് ഒരു ബൈബിൾ എഴുതി, ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. വിക്ലിഫ് ബൈബിൾ ഇപ്പോഴും അവൈലബിൾ ആണ്. അതുപോലെ ടിൻഡെയിൽ, ജോൺ ടിൻഡെയിൽ എന്ന് പറഞ്ഞ ഒരാൾ ഒരു ബൈബിൾ എഴുതി. വില്യം ടിൻഡെയിൽ ഒരു ബൈബിൾ എഴുതി, വില്യം ടിൻഡെയിൽ. അതും ഇപ്പോഴും നമുക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ കിട്ടും. അവർ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു, ജർമ്മനിലോട്ട്, മറ്റു പല ഭാഷകളിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. ജോൺ ഹസ് എന്ന് പറഞ്ഞ ഒരാൾ, ഇങ്ങനെ അനേകം റീഫോമേഴ്സ് വന്നു. അതിനുശേഷമാണ് മാർട്ടിൻ ലൂതർ വരുന്നത്. പക്ഷേ ഇവരെല്ലാം കത്തോലിക്ക സഭ കൊന്നുകളയുമായിരുന്നു. വിക്ലിഫിനെ കൊല്ലാൻ പറ്റിയില്ല. തന്നെ മരിച്ച ശേഷം ഇത് സഭയ്ക്കെതിരെ നിന്നതുകൊണ്ട് പിശാചാണ്, ഇയാളുടെ ആത്മാവ് ഇറങ്ങി നടക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഈ വിക്ലിഫിനെ അവസാനം ശവം മാന്തി എടുത്ത് അവർ കത്തിച്ചു കളഞ്ഞു. കാരണം തീയിലിട്ട് കത്തിച്ചാൽ പിന്നെ പിശാച് വരില്ലായിരുന്നു റോമൻ കത്തോലിക്കരുടെ വിശ്വാസം. ഒന്ന് ആലോചിച്ച് നോക്കി, കർത്താവിൻ്റെ സഭ പോയ പോക്കെതിരെയാണ്. അതിനുശേഷമാണ് നവീകരണ ഉപദേശങ്ങൾ വരുന്നത്, മാർട്ടിൻ ലൂതറിൻ്റെ നവീകരണ ഉപദേശങ്ങൾ. അതായത് വിശ്വാസത്തിലൂടെ മാത്രം രക്ഷ, പ്രവൃത്തികളാലല്ല. അതിനുശേഷം അനേകം റിഫോമേഴ്സ് വന്നു. അപ്പം മാർട്ടിൻ ലൂതർ വന്നപ്പോൾ ഉണ്ടായ പ്രത്യേകത, മാർട്ടിൻ ലൂതറിനെ കൊല്ലാൻ കത്തോലിക്ക സഭയ്ക്ക് പറ്റിയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കാത്തലിക് രാജ്യമാണെന്ന് വിചാരിച്ചു, ഞാൻ ഇവിടുത്തെ രാജാവാണെന്ന് വിചാരിച്ചു. ഓക്കെ, നിങ്ങളെല്ലാവരും പള്ളിയിൽ പോകുന്ന കത്തോലിക്കരാ, രാജാവ് പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാജാവും ഉൾപ്പെടെ പാപികളാണ് എല്ലാവരും, അല്ലേ? ആണോ? അപ്പോൾ പാപം പോകാൻ ആരെ ആശ്രയിക്കണം? പോപ്പിനെ ആശ്രയിക്കണം. അപ്പോൾ പോപ്പ് അവിടെ ഇരുന്ന് രാജാവിനോട് പറയും, നീ ഇത് ചെയ്യുക അത് ചെയ്യും. രാജാവ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ജർമ്മനിയെ മുഴുവൻ അങ്ങ് മുടക്കും, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ മുഴുവൻ അങ്ങ് മുടക്കും. ആൾക്കാർ പറയും, അയ്യോ ഞങ്ങളെല്ലാവരും നരകത്തിൽ പോവാണെങ്കിൽ ഞങ്ങൾക്ക് പോപ്പ് മതിയെന്ന് പറയും. എല്ലാവരും ആരുടെ കൂടെ? യഥാർത്ഥത്തിൽ ആരുടെ കൂടെയാണ്? രാജാവിൻ്റെ കൂടെ അല്ല, പോപ്പിൻ്റെ കൂടെയാണ്. കാരണം ഈ മതമില്ലാതെ പോയ, കത്തോലിക്ക സഭ ഇല്ലാതെ പോയ പിന്നെ ജനങ്ങൾ പിന്നെ എങ്ങനെ സ്വർഗത്തിൽ പോകുന്നവർക്ക് അറിയാൻ മേല. റോമൻ പോപ്പ് നമ്മളെ അങ്ങ് മുടക്കിയെന്ന് വിചാരിച്ചോ, രാജാവ് ഉൾപ്പെടെ എല്ലാം വെള്ളത്തിലാവും. കാരണം രാജാവിന് വരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ജനങ്ങൾ സമ്മതിക്കുമോ? ജനങ്ങൾ രാജാവിനെതിരെ തിരിയും. ഇങ്ങനെ ജർമ്മനിയിലെ പ്രഭുക്കന്മാരെല്ലാം മടുത്തിരിക്കുമ്പോഴാണ് ഈ മാർട്ടിൻ ലൂതർ വരുന്നത്. ആ അവസരത്തിൽ ഈ ജർമ്മൻ പ്രഭുക്കന്മാരെല്ലാം മാർട്ടിൻ ലൂതറിൻ്റെ കൂടെ കൂടി. അതെല്ലാം ദൈവം അങ്ങനെ ഒരുക്കി വെച്ചു. അങ്ങനെയാണ് ലൂതറൻ ചർച്ച് ഉണ്ടാകുന്നത്. ലൂതറൻ ചർച്ച് ഉണ്ടായി, അനേകം റീഫോംഡ് ചർച്ചുകളുണ്ടായി. അവർ റീഫോർമേഷൻ്റെ 5 തത്വങ്ങൾ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നില്ല, കഴിഞ്ഞ വർഷം 500ാം വാർഷികം ഓഫ് റീഫോർമേഷൻ എന്ന് പറഞ്ഞ് ആഘോഷിച്ചാൽ, കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ്. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്നറിയില്ല. മാർട്ടിൻ ലൂതർ പോയി ഒരു 95 തെസിസ് എന്നും പറഞ്ഞ് അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങൾ വിറ്റൻബർഗ് പള്ളിയുടെ ആ ഭിത്തിയിൽ അടിച്ചതിൻ്റെ 500ാം വാർഷികം 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു ആഘോഷിക്കുന്നത്, ലോകം മുഴുവൻ. 500 years ഓഫ് റിഫോർമേഷൻ. അന്ന് ഈ നവീകരണ വിശുദ്ധന്മാർ പറഞ്ഞ 5 തത്വങ്ങൾ നിങ്ങൾ പല പ്രാവശ്യം ഈ ബൈബിൾ സ്റ്റഡിയിൽ ഇരുന്നിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൃപ മാത്രം, ആദ്യം തുടങ്ങുമ്പോൾ വചനം മാത്രം, കൃപ മാത്രം, വിശ്വാസം മാത്രം, ക്രിസ്തു മാത്രം, ദൈവത്തിൻ്റെ മഹത്വം മാത്രം. 5 സോളാസ്, 5 സോളാസ്. എന്തൊക്കെയാണ്? നമുക്ക് ഏത് ഓർഡറിൽ പറഞ്ഞാൽ, കൃപ മാത്രം, വിശ്വാസം മാത്രം, ക്രിസ്തു മാത്രം, വചനം മാത്രം, ദൈവത്തിൻ്റെ മഹത്വം മാത്രം. ഒന്നും കൂടെ വിശദീകരിച്ചാൽ, കൃപ മാത്രം. എത്ര വലിയ വിശുദ്ധനായാലും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവനൊരു കാര്യം പറയേണ്ടി വരും, ഞാൻ ഇവിടെ വരുന്നത് കൃപ മാത്രം. നോട്ട് മൈ മെറിറ്റ്, എൻ്റെ മെറിറ്റ് അല്ല. there are no meritorious admissions in heaven, only grace admissions. ഏതു മനുഷ്യനും സ്വർഗത്തിൽ ചെല്ലുന്നത് ഇറ്റ് ഈസ് ബൈ ഗ്രേസ്. അതാണ് റിഫോർമേഷൻ്റെ ഫൗണ്ടേഷനിൽ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഈസ് ബൈ ഫെയ്ത്ത് എലോൺ, നോട്ട് ബൈ വർക്ക്സ്. ഗ്രേസ് എലോൺ, നോട്ട് ബൈ മെറിറ്റ്. ഫെയ്ത്ത് എലോൺ, നോട്ട് ബൈ വർക്ക്സ്. ഇവിടെ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് ഈ വർക്കില്ലാതെ പറ്റില്ല. കാരണം കർത്താവ് പറയാം, നിനക്കത് ഫ്രീ ആയിട്ട്, എനിക്ക് ഫ്രീ ആയിട്ട് വേണ്ട, ഞാൻ ദൈവമാ ഫ്രീ ആയിട്ട് തരുന്നത്, എന്നാലും വേണ്ട, ഞാൻ അധ്വാനിച്ച് മേടിച്ചോളാം. എടാ, നിനക്ക് അധ്വാനിച്ചാൽ കിട്ടത്തില്ല, പറ്റും, ഞാൻ അധ്വാനിച്ച് മേടിക്കും. ഇതാണ് ഫെയ്ത്ത് പ്ലസ് വർക്ക്സ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ ഫെയ്ത്ത് എലോൺ, നോട്ട് വർക്ക്സ്. മൂന്നാമത് സ്ക്രിപ്ചർ എലോൺ എന്ന് പറഞ്ഞാൽ വചനം. ഈ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ 4 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയണം. വൈ സ്ക്രിപ്ചർ എലോൺ എന്ന് പറഞ്ഞാൽ, ഒന്ന്,
സ്ക്രിപ്ചർ പൂർണ്ണമായും വേദപുസ്തകം തെറ്റുകളില്ലാത്തതാണ്. വിശ്വസിച്ചോ? എല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ? ഓക്കെ, തെറ്റുകളില്ലാത്തതാണ്. അതാണ് പ്രിൻസിപ്പിൾ നമ്പർ 1. 2, സ്ക്രിപ്ചറിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഉപദേശങ്ങളും ക്ലിയർ ആണ് എന്ന് പറഞ്ഞാൽ ചില മനുഷ്യർക്ക് മാത്രം വെളിപ്പെടുന്നതല്ല, ഏതു മനുഷ്യർ വായിച്ചാലും അത് അങ്ങനെ തന്നെ വ്യക്തമാകുന്ന രീതിയിലാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. 2, രക്ഷയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും സംശയലേശമില്ലാതെ വളരെ വ്യക്തമായി ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് വായിക്കുന്ന ഏതു മനുഷ്യനും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടും വായിച്ചാൽ ഈ വചനത്തിലുള്ള കാര്യങ്ങൾ ആർക്കും ഗ്രഹിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരു അവിശ്വാസിയോട് ഇത് പറഞ്ഞു കേൾപ്പിച്ചാലും അവനത് സംഗതി മനസ്സിലാവും, ഉൾക്കൊള്ളാൻ പറ്റിയാലും ഇല്ലെങ്കിലും. ദാറ്റ് മീൻസ് ദാറ്റ്സ് ദ ക്ലാരിറ്റി ഓഫ് ദ സ്ക്രിപ്ചർ എന്ന് പറയും. രണ്ടാമത്തെ കാര്യം സ്ക്രിപ്ചർ ഈസ് നെസസറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വചനം കൂടിയേ കഴിയൂ. കാരണം വേദപുസ്തകത്തിലെ വചനം കൂടാതെ രക്ഷാമാർഗം പ്രസംഗിക്കുക അസാധ്യമാണ്. വേദപുസ്തകത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് എന്തെന്നുള്ള പ്രത്യേക വെളിപ്പാടിന് ബൈബിൾ കൂടിയേ കഴിയൂ. അതിന്റെ കാരണം ബൈബിളിലല്ലാതെ ലോകത്ത് ഒരിടത്തും ഒരു പഴയ ഗ്രന്ഥങ്ങളിലും പ്രത്യേക വെളിപ്പാടുകളില്ല, സാമാന്യ വെളിപ്പാടുകൾ മാത്രമേ ഉള്ളൂ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇതിങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, നാളെ ആരെങ്കിലും വന്ന് വേദങ്ങളിൽ ക്രിസ്തു, പ്രജാപതി ക്രിസ്തു എന്നൊക്കെ പറഞ്ഞാൽ പറയണം, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കൺഫൈൻഡ് ടു ദ ബൈബിൾ ആൻഡ് നോ വെയർ എൽസ് ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതു വെളിപ്പാടും, ക്രിസ്തുവിനെ കുറിച്ചുള്ള സകല വെളിപ്പാടും വേദപുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. അതായത് സ്പെഷ്യൽ റെവലേഷൻ ഈസ് കൺഫൈൻഡ് ടു ദ ബൈബിൾ. അതുകൊണ്ട് ബൈബിൾ നെസസറി ആണ്. വേദങ്ങൾ വായിച്ച് ആർക്കും രക്ഷിക്കപ്പെടാൻ പറ്റില്ല. ലോകത്തിലുള്ള ഒരു മതഗ്രന്ഥവും വായിച്ചു ആർക്കും രക്ഷിക്കപ്പെടാൻ പറ്റില്ല. ഫോർ സാൽവേഷൻ ദ ബൈബിൾ ഈസ് നെസസറി, അത്യാവശ്യമാണ്. രക്ഷയ്ക്ക് വീണ്ടും ജനിക്കാൻ മാത്രമല്ല, വീണ്ടും ജനനത്തിനുള്ള വചനങ്ങൾ മാത്രമല്ല, നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കാനും ദൈവത്തെ പ്രസാദിപ്പിക്കാനും തേജസ്സോടെ പുനരുത്ഥാനം പ്രാപിക്കാനും നമ്മളെ സഹായിക്കുന്ന വചനങ്ങൾ വേദപുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. സോ സ്പെഷ്യൽ റെവലേഷൻ ഈസ് പ്രസന്റ് ഓൺലി ഇൻ ദ ബൈബിൾ. അതാണ് നെസസിറ്റി ഓഫ് ദ സ്ക്രിപ്ചർ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, 4ാമത്തെ കാര്യമാണ് സഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ബൈബിൾ നെസസറി ആണ്, എനിക്കിത് കൂടിയേ കഴിയൂ. പക്ഷേ 4ാമത്തെ കാര്യം പറയാണ് ബൈബിൾ മാത്രം മതി, നത്തിങ് എൽസ് എന്ന് പറഞ്ഞാൽ ബൈബിളിന്റെ കൂടെ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് സ്ക്രിപ്ചർ എലോൺ എന്ന് പറയുന്നത്. ബൈബിൾ പ്ലസ് അത് ഞങ്ങളുടെ ഒരു സംസ്കാരമാണ് ബ്രദറെ, നോട്ട് നീഡഡ്. നിങ്ങൾ വേണേ സംസ്കരിച്ചോ, കുഴപ്പമില്ല, പക്ഷെ ഡോണ്ട് മേക്ക് ഇറ്റ് എ ഡോക്ട്രിൻ. മനസ്സിലാകുന്നുണ്ടോ? അത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനം. വെരി ഗുഡ്, നിങ്ങളുടെ ചർച്ചിലായിക്കോട്ടെ, പക്ഷെ ദാറ്റ്സ് നോട്ട് എ ഡോക്ട്രിൻ. അത് ഞങ്ങളുടെ ലീഡർ അങ്ങനെ പറഞ്ഞേക്കുന്നു, അത് ലീഡറുടെ വീട്ടിൽ മതി. ചർച്ച് ഈസ് നോട്ട് റൺ ബൈ എനിവൺസ് വിംസ് ആൻഡ് ഫാൻസീസ്. ചർച്ച് നടക്കുന്നത് എപ്പോഴും വചനത്തിന്റെ അടിസ്ഥാനത്തിലും വചനത്തിന്റെ സഫിഷ്യൻസിയിലുമാണ്. ദ വേർഡ് ഈസ് ഇനഫ്, വി ഡോണ്ട് നീഡ് എനിത്തിങ് എൽസ്. വചനം മാത്രം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വചനം പ്ലസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് എന്നല്ല, വചനം മാത്രം. വചനം പ്ലസ് ട്രഡീഷൻ ഒന്നും അല്ല. റോമൻ കത്തോലിക്ക ചർച്ച് പറയുന്ന വചനത്തെക്കാളും പ്രധാനം ട്രഡീഷനാണ്. കാരണം അവർ പറയുന്നത് വചനം കൊടുത്തത് സഭയാണ്. അപ്പൊ ആരാ വലുത്? വചനം കൊടുത്തത് സഭയാണെങ്കിൽ പിന്നെ ആരാ വലുത്? വചനം കൊടുത്തത് സഭയാണോ? വചനം കൊടുത്തത് ദൈവമാണ്. സഭ എന്താ ചെയ്തത്? അതിനൊന്ന് ഓർഗനൈസ് ചെയ്ത് ഒരു ബൈൻഡ് ചെയ്ത് വെച്ചേ ഉള്ളൂ. അപ്പോൾ അവർ പറയാം ഞങ്ങൾ ഇത് ഓർഗനൈസ് ചെയ്തുകൊണ്ട് ഞങ്ങളാണ് ഏറ്റവും വലുത്. ആരാ ഇത് കൊടുത്തതാരാ ഈ വാക്കുകളെല്ലാം? സഭയാണോ കൊടുത്തത്? എന്തിനാ ദൈവം വചനം കൊടുത്തത്? ഈ സഭയൊക്കെ നേരെയാണോ ഓടുന്നതെന്ന് അറിയാൻ വേണ്ടിയാ അല്ലേ? ഓക്കെ, അപ്പൊ സഫിഷ്യൻസി ഓഫ് ദ സ്ക്രിപ്ചർ, സ്ക്രിപ്ചർ എലോൺ. ഇനി അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗോഡ്സ് ഗ്ലോറി എലോൺ. ക്രൈസ്റ്റ് എലോൺ നമ്മൾ പറഞ്ഞു, ഗ്രേസ് എലോൺ, നോട്ട് മെറിറ്റഡ്, ജസ്റ്റ് ബൈ ഗ്രേസ്. ഫെയ്ത്ത് എലോൺ, നോട്ട് വർക്ക്സ്, ജസ്റ്റ് ബൈ ഫെയ്ത്ത്. തേർഡ്, ക്രൈസ്റ്റ് എലോൺ, അത് പറഞ്ഞില്ലായിരുന്നു അല്ലേ? ക്രൈസ്റ്റ് എലോൺ എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന ഏക മധ്യസ്ഥനേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇതിനകത്തൊരു വലിയ ദുരുപദേശം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ആരോ പറഞ്ഞ്, ഫേസ്ബുക്കിലാണെന്ന് തോന്നി, ഫേസ്ബുക്കിൽ എങ്ങനത്തെ തമാശകളൊക്കെ വരുന്നു. കത്തോലിക്ക സഭ മരിച്ചുപോയ വിശുദ്ധന്മാരെ കൊണ്ട് ഊടായ്പ കാണിക്കുമ്പോൾ പെന്തക്കോസ്തുകാർ ജീവിച്ചിരിക്കുന്ന അഭിഷിക്തന്മാരെ കൊണ്ട് ഊടായ്പകൾ കാണിക്കുന്നു. സെയിം തിങ്. എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം എൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇന്ന് നമ്മുടെ ഇടയിലെല്ലാം പരന്നേക്കുന്ന ഒരു ദുരുപദേശമാണ്, അതെ ബ്രദറെ, അഭിഷിക്തം പ്രാർത്ഥിച്ചാൽ നടക്കും എന്ന് പറഞ്ഞാൽ, മോശയും ഏലിയാവും ഈ ജനത്തിന് വേണ്ടി അപേക്ഷിച്ചാൽ ഞാൻ അവരുടെ അപേക്ഷ കേൾക്കുകയില്ല. പക്ഷെ ഈ അഭിഷിക്തനുണ്ടല്ലോ, ഇവിടെ നിൽക്കുന്നവൻ, അതായത് ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഒന്നും ദൈവം കേൾക്കുന്നില്ല. ഈ ജനങ്ങൾ ഇങ്ങനെ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് അടിമകളായി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചിൽ പോയി, വലിയ ചർച്ചയായിരുന്നു. പ്രിയ സഹോദരങ്ങൾ, ഇത് ലൈവായിട്ട് പോകുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എനിക്ക് അവിടെ നിന്ന് കർത്തൃമേശ എടുക്കാൻ ഒന്നും കഴിഞ്ഞില്ല. ഞാൻ ഒന്നും പറയുന്നില്ല, കർത്തൃമേശ എടുത്തില്ല, അവർ തന്ന ഓഫറിങ് സ്വീകരിച്ചില്ല. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കണ്ട കാഴ്ച ഇത് അവർ കേൾക്കുവാണെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ, സ്റ്റേജിൽ രാജാക്കന്മാർ നിരന്നിരിക്കുന്നു, കുറേ ജനങ്ങൾ, അടിമകൾ. ഇവര് എന്തേലും പറയുമ്പോഴേക്കും ഹല്ലേലൂയ എന്ന് പറയാൻ ഇങ്ങനെ പിമ്പിരി കൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ. ഒന്ന് അടങ്ങിയിരുന്ന് കേട്ടാൽ മതി, മിണ്ടാതിരുന്ന്. ഇവരുടെ വിചാരം ഈ അഭിഷിക്തനൊന്ന് തലയെ കൈവച്ചാൽ എൻ്റെ കാര്യം സോൾവ് ആയെന്നാണ്. അതിനർത്ഥം എന്താണെന്നറിയോ? ഇതാ കത്തോലിക്ക മതം തന്നെയാണ്. അതായത് ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങളായ വിശ്വാസികൾക്കും മഹാനായ ദൈവത്തിനും ഇടയിൽ ഞങ്ങളുടെ വിഷയങ്ങളെല്ലാം പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് നേടിത്തരുന്ന ജീവനുള്ളവർ പെന്തക്കോസ്തുകാർക്കും ജീവനില്ലാത്തവർ കത്തോലിക്കർക്കും. ഒന്ന് ആലോചിച്ചോ, സംഗതി ശരിയല്ലെന്ന്. ദൈവത്തിനും മനുഷ്യരുടെയും ഇടയിൽ ഒരു മധ്യസ്ഥനുമില്ല, പ്രാർത്ഥനാ തൊഴിലാളികളുമില്ല. യേശു ക്രിസ്തു എന്ന ഒരുവനല്ലാതെ ആർക്കും ഇടിവിൽ നിൽക്കാനും പുതിയ നിയമത്തിൽ കഴിയുകയില്ല. മനുഷ്യനും ദൈവത്തിനും ഇടയിൽ ഒരു ഇടിവ് ഉണ്ടായിരുന്നു. ആ ഇടിവ് യേശു ക്രിസ്തു വന്ന ശേഷം ഇല്ല. പഴയ നിയമത്തിലുണ്ടായിരുന്നു. ഈ ജനത്തിനു വേണ്ടി ആരിടിവിൽ നിൽക്കും? പുതിയ നിയമത്തിൽ ഇപ്പം ഇടിവിൽ നിർത്താൻ ഏതാണ്ട് അവന്മാരെ, ഞാൻ ഇത് കേൾക്കാം, കുറേ അവന്മാർ ഇടിവിൽ നിൽക്കുക. അവന്മാരെ സഹിതം ദൈവം നരകത്തോട്ട് വിടാതിരിക്കാൻ സൂക്ഷിച്ചോ. കാരണം അവൻ്റെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ കൊള്ളാവുന്ന ഒരു ശരീരവുമില്ല. അവൻ്റെ മുമ്പിൽ സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ഇപ്പം എന്നെ രക്ഷിച്ച് കഴിഞ്ഞപ്പം ഞാൻ അജി പാസ്റ്റർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ പോകുമെന്ന് വിചാരിച്ചു. അജി പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പോകാം. അപ്പം ഞാൻ ദൈവത്തോട് അജി പാസ്റ്ററുടെ വിഷയത്തിന് വേണ്ടി. അപ്പോൾ എന്നോട് ചോദിക്കാം, അജി പാസ്റ്ററുടെ ആകം അറിയാവോ? ഞാൻ പറഞ്ഞില്ല. മഹാപ്രശ്നം. ആണോ? നിനക്കറിയത്തില്ലല്ലോ. എനിക്കറിയാം. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നീ അതിനേക്കാൾ പ്രശ്നക്കാരനാണ്. നീ ഇവിടെ വന്നത് തന്നെ കൃപയാ. അന്നേരമാണ് വേറൊരുത്തൻ്റെ പേരുമായിട്ട് വന്നേക്കുന്നത്. ഇതാരാ ഇതിൻ്റെ മധ്യസ്ഥൻ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ബൈബിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് സ്പെഷ്യാലിറ്റി ഒന്നും അല്ല. കാരണം യേശു ക്രിസ്തു എന്ന് പറയുന്ന ആൾ എല്ലാവർക്കും മധ്യസ്ഥനാണ്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, അല്ലെങ്കിൽ പിന്നെയും നിങ്ങൾ അടിമനുഖത്തിൽ കുടുങ്ങിക്കും. പ്രിയ സഹോദരങ്ങളെ, ഒത്തിരി കൃപാവരങ്ങളെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. പക്ഷെ ഒരിടത്തും പ്രാർത്ഥനാ കൃപാവരം എന്നും പറഞ്ഞൊരു കൃപാവരം ഇല്ല. കാരണം എല്ലാ മക്കളും ഒരുപോലെ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് സംസാരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും ഓർത്തും കരഞ്ഞും പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥനാണ്. അവിടെയെല്ലാം എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നുള്ളതിൻ്റെ ഗ്യാരണ്ടി ഞാൻ പ്രാർത്ഥിച്ചു എന്നുള്ളതോ അല്ല, അയാൾ പ്രാർത്ഥിച്ചു എന്നുള്ളതുമല്ല. നമ്മുടെ എല്ലാം നടുവിൽ യേശു ക്രിസ്തു എന്ന മധ്യസ്ഥനും മഹാപുരോഹിതനും ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ട് നമ്മളിപ്പോൾ ക്രൈസ്റ്റ് അലോൺ ആൾക്കാരല്ല. ക്രൈസ്റ്റ് അലോൺ പ്ലസ് ദാറ്റ് പാസ്റ്റർ ഈസ് ഈക്വൽ ടു മൈ സാൽവേഷൻ. ദുരുപദേശമാണ്. ക്രൈസ്റ്റ് അലോൺ, സ്ക്രിപ്ചർ അലോൺ, വചനം മാത്രം. നമ്മളത് പറഞ്ഞു, വചനത്തിൻ്റെ സഫിഷ്യൻസിയെ കുറിച്ച് പറഞ്ഞു. വചനം മതി, വേറൊന്നും വേണ്ട. ഒരു എക്സ്ട്രാ ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. പ്രവചനം ആവശ്യമാണ്, പക്ഷെ ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. ബ്രദറെ, ദൈവഹിതം എന്താണെന്നറിയാൻ നടക്കുക ബ്രദറെ? ഞാൻ പറഞ്ഞുതരാം ദൈവഹിതം. നീയൊക്കെ നന്നാവുക, മാനസാന്തരപ്പെടുക, വിശുദ്ധീകരിക്കപ്പെടുക, ഞാൻ ഉൾപ്പെടെ സകലതും യേശു ക്രിസ്തുവിനെ പോലെ ആവുക. ഇതിനേക്കാൾ വലിയൊരു ദൈവഹിതവുമില്ല. ആ ഹിതത്തിനകത്ത് നിങ്ങൾ വന്നാൽ നിങ്ങൾ ഒരു പ്രവാചകന്റെ അടുത്തും ആലോചന ചോദിക്കാൻ പോകേണ്ടിയും വരികയല്ല. കാരണം നിങ്ങൾക്കറിയാം ദൈവം നിങ്ങളെക്കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നത്. മക്കൾക്ക് അതറിയാൻ വേറൊരാളുടെ അടുത്ത് പോകേണ്ട കാര്യമുണ്ടോ? ഇനി അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുണ്ടെങ്കിൽ അവരെ ദൈവം ഇങ്ങോട്ട് വിട്ടോളും. അവർ വന്ന് പ്രസംഗിച്ചിട്ട് പൈസ മേടിച്ചുകൊണ്ട് പോവില്ല. കേൾപ്പാൻ ചെവിയുള്ളവൻ പിന്നെയും കേട്ടുകൊണ്ടിരിക്കട്ടെ. ഇനി അവസാനത്തെ കാര്യം, അഞ്ചാമത്തെ തത്വം എന്ന് പറയുന്നത് ഡിയോ ഗ്ലോറിയ, സോളാ ഡിയോ ഗ്ലോറിയ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രം മഹത്വം എന്ന്. അതായത് മനുഷ്യരെല്ലാവരും ഒരുപോലെ, ഒരു വ്യത്യാസമില്ല. ഞാൻ ഇവിടെ നിൽക്കുന്ന ഞാനും അവിടെ ഇരിക്കുന്ന നിങ്ങളും തമ്മിൽ ആകെയുള്ള വ്യത്യാസം ഈ ഉപദേഷ്ടാവ് എന്ന കൃപാവരം, വചനം വ്യാഖ്യാനിക്കാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ഒറ്റ കാര്യമല്ലാതെ
പ്രാർത്ഥനയുടെ കാര്യത്തിലോ ആരാധനയുടെ കാര്യത്തിലോ മക്കളെന്ന കാര്യത്തിലോ അവകാശങ്ങളുടെ കാര്യത്തിലോ ദൈവത്തിന് മുമ്പിലുള്ള സ്റ്റാറ്റസിൻ്റെ കാര്യത്തിലോ യാതൊരു വ്യത്യാസവുമില്ല. എന്ന് പറഞ്ഞാൽ ഈ പുൾപിറ്റിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഞാനും നിങ്ങൾ തമ്മിൽ ദർ ഇസ് നോ ഡിഫറൻസ്. എല്ലാം പച്ച മനുഷ്യരും പാപികളുമാണ്, പ്രൈമറിലി പാപികളാണ്. അപ്പം മഹത്വം എല്ലാം എപ്പോൾ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം? ദൈവത്തിന് പോയിക്കൊണ്ടിരിക്കണം. ഒരിക്കലും പറയരുത് ആ മനുഷ്യനെന്ന്. അതാ മനുഷ്യൻ ഇടർച്ചയാണ്. ഞാനൊരു വലിയ ടീച്ചറുടെ ഒരു ഗ്രൂപ്പിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ഈ മനുഷ്യനെ ഉയർത്തിക്കൊണ്ട് നടന്നാൽ വരാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഈ മനുഷ്യനും ഒരു സാധാരണ മനുഷ്യനാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത ദൈവത്തിനാവും. അത് ഈ മനുഷ്യനും നന്നാവില്ല, നിങ്ങൾക്കും നന്നാവില്ല. കാരണം ഏത് മനുഷ്യനെ ഉയർത്തുമ്പോൾ ആലോചിച്ചോ, ദൈവത്തിൻ്റെ മഹത്വമാണ് നമ്മൾ കവർന്നെടുക്കുന്നത്. ഓക്കെ, യേശുക്രിസ്തുവിനില്ലാത്ത മഹത്വം അവൻ്റെ ശുശ്രൂഷകർ ആഗ്രഹിക്കുമ്പോൾ. ഓക്കെ, അത്രയും പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇനി നമ്മൾ ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സിലോട്ട് നമ്മൾ വരികയാണ്. കാരണം വചനത്തെക്കുറിച്ചൊക്കെ ഒത്തിരി വിശദമായിട്ട് പറയാനുണ്ട്, പക്ഷെ അങ്ങോട്ട് നമ്മളിപ്പോൾ പോകുന്നില്ല. ലെറ്റ്സ് കം ടു ദി ഡോക്ട്രിൻസ് ഓഫ് ദ ബൈബിൾ. ഡോക്ട്രിൻ ഓഫ് ഗോഡ്. ഹൂ ഈസ് അവർ ഗോഡ്? ദൈവം ആരാണ്? ഓക്കെ, ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. കാരണം സ്വർഗത്തിൽ നമ്മൾ ചെന്നാലും ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ പിക്ചർ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഗോഡ് ഈസ് ആൻ ഇൻഫിനിറ്റ് ബീയിങ്. നമ്മൾ എന്തു മനസ്സിലാക്കുന്നോ അതിൻ്റെ പല പല മടങ്ങായി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്ന ഒരു വലിയ, എന്താ പറയുന്നത്, അതിനൊന്നും വാക്കുകളൊന്നുമില്ല. ദൈവത്തെക്കുറിച്ച് പറയാൻ വാക്കുകളൊന്നുമില്ല. അത്ര വലിയവനാണ് ദൈവം. അവനൊരിക്കലും മനസ്സിലാക്കി തീരില്ല ഒരു മനുഷ്യനും. പിന്നെ ഈ സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മൾ എപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, വേറൊരു പണിയും ഇല്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. സ്വർഗത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ പിതാവിനെ കൂടുതൽ 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 അറിഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ദിവസങ്ങൾക്ക് അവിടെ അവസാനമില്ല, സെക്കൻഡുകൾക്ക് അവിടെ അവസാനമില്ല. ടൈം ഈസ് ഇമ്മെറ്റീരിയൽ. പക്ഷേ മനുഷ്യർ ഫൈനൈറ്റ് ബീയിങ്സ് ആയതുകൊണ്ട് ഈ ദൈവത്തെ പോലെ നിയന്ത്രിതമായൊരു സ്ഥലത്ത് അല്ല ദൈവം ഇരിക്കുന്നത്, അല്ലേ? ദൈവം ഈസ് സ്പേഷ്യലി അൺലിമിറ്റഡ് എന്നാണ് പറയുന്നത്. അതായത് ഇന്ന സ്പേസിൽ ഇത്ര സ്ഥലത്ത് ഇരിക്കുന്ന ആളല്ല. എന്നാൽ നമ്മൾ അങ്ങനല്ല. നമ്മൾ എവിടെ ചെന്നാലും വിൽ ബി സ്പേഷ്യലി ലിമിറ്റഡ്. അതായത് ഒരു സ്ഥലത്തേ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. പുനരുത്ഥാനം ചെയ്ത് പ്രാപിച്ച് അവിടെ ചെന്നാലും നമുക്ക് സർവ്വവ്യാപി ആവാൻ പറ്റുമോ? ഒരേ സമയത്ത് മണർകാട്ടും വേളാങ്കണ്ണിയിലും പോയിരിക്കാൻ പറ്റുമോ? പറ്റില്ല. എവിടെയെല്ലാം അവർ പോയിരിക്കുന്നല്ലേ? ഒരു സ്ഥലത്തേ പറ്റുള്ളൂ. മനുഷ്യൻ സ്പേഷ്യലി ലിമിറ്റഡ് ആണ്. അവൻ തേജസ്കരിക്കപ്പെട്ടാലും അവൻ എവിടെ വേണേലും പോകാമായിരിക്കാം, അതെനിക്കറിയില്ല, അവിടെ ചെന്നാലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, വെൻ ഹീസ് ഹിയർ ഹീസ് ഓൺലി ഹിയർ, നോ വെയർ എൽസ്. അതാണ് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ പ്രശ്നം. ഈ ഹ്യൂമൻ ബീയിങ് അങ്ങനെ ആയതുകൊണ്ട് ദൈവത്തിൻ്റെ അനന്തതയിലേക്കല്ല നമ്മൾ പോകുന്നത്, നിത്യതയിലേക്ക് മാത്രമാണ് പോകുന്നത്, അനന്തതയിലേക്ക് പോകുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ നമ്മുടെ സംവത്സരങ്ങൾ അവസാനിക്കില്ല, നമ്മൾ ഒരിക്കലും നിത്യത ഒരിക്കലും തീരുന്നില്ല, ടൈം ഒരിക്കലും തീരുന്നില്ല. പക്ഷേ വി വിൽ എക്സ്പീരിയൻസ് സീക്വൻസസ് ഓഫ് ഈവൻസ് എന്ന് പറഞ്ഞാൽ ഒന്നിനു പുറകെ ഒന്നായുള്ള സംഭവങ്ങൾ നമുക്കുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും ടൈമിനെ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുന്നില്ല. നിങ്ങൾ അമേസിംഗ് ഗ്രേസ് എന്ന് പറഞ്ഞൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? അമേസിംഗ് ഗ്രേസ് ഉണ്ടോ? അതിൻ്റെ അവസാനം പറഞ്ഞേക്കുന്നത് വി ഹാവ് ബീൻ ദെയർ 10,000 years ബ്രൈറ്റ് ഷൈനിങ് ആസ് ദ സ്റ്റാർസ്. അതിനവസാനം എഴുതിയിരിക്കുന്നത്, അപ്പോഴും ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും, ദൈവത്തെ സ്തുതിക്കാനുള്ള സമയം ഒരു ദിവസം പോലും കുറവ് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ന് സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ എത്ര സമയം ബാക്കിയുണ്ടായിരുന്നു അത്രയും സമയം ഇനിയും ബാക്കിയുണ്ട് എന്ന് പറഞ്ഞാൽ ടൈം ഈസ് നെവർ എൻഡിങ് ഫോർ us. ബട്ട് സീക്വൻസസ് ഓഫ് ഈവൻസ്, അതായത് രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചു അടുത്ത് ചായ കുടിച്ചെന്ന് പറയുന്ന പോലെ ടൈമില്ല, പക്ഷേ ഇതെല്ലാം ഒന്നിനു പുറകെ ഒന്നായി സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ദൈവം അനന്തമായ ദൈവം, ഇറ്റേണൽ ഗോഡ്, നമ്മൾ ഫൈനൈറ്റ് ആയിട്ടുള്ള, അതായത് സ്പെസിഫിക് ആയിട്ടൊരു സ്ഥലത്തിരിക്കുന്ന ഞാനെന്ന് പറയുന്ന ആളും തമ്മിൽ ഭയങ്കര വ്യത്യാസം അവിടെയും ഉണ്ട്. ഓക്കെ, ഇനി ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ആ വ്യത്യാസം പോകുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പഠിക്കാം. അത് വ്യത്യാസം എങ്ങനെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്നും അതെങ്ങനെയാണ് കർത്താവ് കവർ ചെയ്യുന്നതെന്നൊക്കെ ബൈബിളിലുണ്ട്. അവൻ്റെ തേജസ് നമുക്ക് തരുന്നത് തന്നെ അവനുമായിട്ടുള്ള യൂണിറ്റി അനുഭവിക്കാൻ വേണ്ടിയാണ്. ഓൾറൈറ്റ്, അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവെന്ന് പറയുന്നത് ഒരിക്കലും തീരുന്നില്ല, എവർ ഗ്രോയിങ്. അതായത് എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ദൈവത്തെ അറിഞ്ഞു തീരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. അതായത് വി വിൽ കണ്ടിന്യൂസ്ലി കീപ്പ് ഓൺ നോയിങ് ഹിം. അപ്പോൾ ഈ ലോകത്ത് വെച്ച് തന്നെ ദൈവത്തെക്കുറിച്ച് എല്ലാം അറിയുക എന്ന് പറയുന്നത് അസാധ്യമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ദൈവത്തെക്കുറിച്ച് നമുക്ക് സത്യമായ കാര്യങ്ങൾ അറിയാൻ പറ്റും. കാരണം വേദപുസ്തകത്തിൽ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുന്നില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ദൈവത്തെക്കുറിച്ചുള്ള ട്രൂ നോളജ്,
നമുക്ക് വേദപുസ്തകം തരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പം ദൈവത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണ്. വേദപുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ വിവരങ്ങളുണ്ട്, പക്ഷെ പൂർണ്ണമായ വിവരങ്ങളില്ല. മനസ്സിലായോ? പൂർണ്ണമായ വിവരം നമുക്ക് ഒരിക്കലും എഴുതിയെടുക്കാനും പറ്റില്ല, മനസ്സിലാക്കാനും പറ്റില്ല, അത് എക്സ്പ്രസ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ വാക്കുകളുമില്ല. ഈ ദൈവത്തിന് 2 സ്വഭാവങ്ങളാണുള്ളത്, 2 തരം സ്വഭാവങ്ങളാണുള്ളത്. 2 തരം സ്വഭാവങ്ങൾ വളരെ പെട്ടെന്നാണ് പോകുന്നേ. ഒന്ന്, ദൈവത്തിന് മനുഷ്യരിലേക്ക് പകരാൻ ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ മനുഷ്യരിലേക്ക് ഒരിക്കലും പകരാത്ത, നമുക്ക് പകർന്നു തരാത്ത ചില ഗുണങ്ങളുണ്ട്. അവൻ്റെ അനന്തത, അവൻ്റെ എവർ സ്പേഷ്യൽ അൺലിമിറ്റഡ്നെസ്, അതായത് സ്പേസിനാൽ ലിമിറ്റഡ് അല്ലാത്തത്, ടൈമിനാൽ ലിമിറ്റഡ് അല്ലാത്തത്, ആ ഒരു സ്വഭാവം നമുക്ക് ലഭിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ്സ് ഓംനി പൊട്ടൻസ്, സർവശക്തി, അത് വേറൊരു സാധനം, അത് നമുക്ക് ലഭിക്കുന്നില്ല. വി ആർ ഓൾവേസ് ഡിപ്പെൻഡന്റ് ഓൺ ദാറ്റ് ഓംനി പൊട്ടന്റ് ഗോഡ്. സർവവ്യാപിത്വം, ദൈവത്തിന്റെ സർവവ്യാപിത്വം. ദൈവം എവിടെയെല്ലാം ഉണ്ട്? എല്ലായിടത്തും ഉണ്ടോ? നരകത്തിലുണ്ടോ? ബൈബിളുണ്ട്, നീ സ്വർഗത്തിൽ ആകാശത്തിൽ കൂടുവച്ചാലും ഞാനുണ്ട്, നീ പാതാളത്തിൽ ഇറങ്ങിയാൽ. അപ്പൊ ദൈവം എവിടെയെല്ലാം ഉണ്ട്? നരകത്തിൽ ദൈവം ഉണ്ടോ? നരകത്തിലും ദൈവമുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? ഈ ദൈവത്തിന്റെ പ്രസൻസ് എന്ന് പറയുന്നത് ഹിന്ദുക്കൾ പറയുന്ന പോലെ തൂണിലും തുരുമ്പിലും ഈ മൈക്കിനകത്തൊന്നും അല്ല. അങ്ങനല്ല. ഈ മൈക്കിന്റെ ഓരോ തരിയിലും ദൈവം ഇരിക്കുന്നു, അങ്ങനെയാണ് ഈ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത്. അപ്പൊ അതിന് ഗുണമൊന്നും വേണ്ട, മൈക്കിന്റെ ഗുണം മാത്രം മതി. ദൈവത്തിന് പ്രത്യേകിച്ച് ഗുണം വേണോ? ഈ മൈക്കിനകത്ത് ദൈവം ഇരുന്നുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എന്തായാലും കറണ്ട് പോകും അല്ലേ? അപ്പോൾ ദൈവത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, മൈക്കിൻ്റെ ഗുണമുള്ളൂ. പക്ഷെ അതിനകത്ത് ദൈവം ഇരിക്കുന്നു ഇങ്ങനെ ചുമ്മാ. അതാണ് അവരുടെ നിർഗുണ പരബ്രഹ്മം എല്ലായിടത്തും ഉണ്ട്. എന്നാൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. ദൈവത്തിൻ്റെ പ്രസൻസ് എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഭൂമിയിൽ എല്ലായിടത്തും അവൻ എത്താത്ത ഒരു സ്ഥലവും ഇല്ല, അവൻ്റെ പ്രസൻസ് ഇല്ലാത്ത ഒരു സ്ഥലവും ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയല്ലേ ദൈവം എൻ്റെ കൂടെ ഉണ്ടടാ എന്ന് പറയില്ല. അതിനർത്ഥം എന്താ? മറ്റവൻ്റെ കൂടെ ഇല്ലേ? എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പം നമ്മളങ്ങനെ പറയാനുള്ള കാരണം എന്താ? നിങ്ങൾ പറയില്ലേ ദൈവം നിങ്ങളുടെ ഇരിക്കുമാറാകട്ടെ, അതെന്താ അർത്ഥം? നിങ്ങളുടെ ദൈവം ഉണ്ടോ? നിങ്ങൾ വിചാരിക്കുക ഇയാൾ ഇതെല്ലാം പൊട്ടിക്കാൻ വന്നേക്കുന്നതാണെന്ന്. സത്യമായിട്ടും ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് പ്രത്യേകം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രസൻസ് എൻ്റെ അടുത്തുണ്ടെന്ന്. അതായത് എന്നോട് ഫേവറബിളായ, എന്നോട് സ്നേഹമുള്ള, എന്നെ കരുതുന്ന, എന്നെ നടത്തുന്ന ആ പ്രൊട്ടക്ഷൻ നൽകുന്ന പ്രസൻസ് എൻ്റെ അടുത്തുണ്ടെന്ന് അർത്ഥം. അതേസമയത്ത് നരകത്തിൽ ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ ക്രൂദ്ധമായ ന്യായവിധിയുടെ പ്രസൻസാണ്. അതായത് അവൻ്റെ ക്രോധത്തിൻ്റെ പ്രസൻസാണ് അവിടെ ഉള്ളത്. പ്രപഞ്ചത്തിൽ മുഴുവൻ ദൈവത്തിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് ഇന്നും വല്ലപ്പോഴും മഴ പെയ്യുന്നത്. ഇന്നും ആൾക്കാർ മഹാദുഷ്ടന്മാരാണെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ പ്രസൻസ് ലോകം മുഴുവൻ ഉള്ളതുകൊണ്ടാണ്. ഇനി അത് നമുക്ക് കൂടുതലുള്ളത് കൊണ്ടാണ് നമുക്ക് കൂടുതൽ ചിരിക്കാൻ പറ്റുന്നത്, സന്തോഷിക്കാൻ പറ്റുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ കൂടുതൽ എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുന്നത്? ഈ അളവിന്റെ കൂടുതലല്ല, ദൈവത്തിന്റെ അനുഗ്രഹിക്കുന്ന പ്രസൻസ്, നിലനിർത്തുന്ന പ്രസൻസ്, ശിക്ഷിക്കുന്ന പ്രസൻസ്, ഈ എല്ലാ തരം പ്രസൻസും ഒരാൾക്ക് അനുഭവിക്കാൻ പറ്റും. ഇഫ് യു ആർ ഇൻ ഫേവർ ഓഫ് ഗോഡ്, ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ്, നിങ്ങൾ എപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പ്രസൻസിന്റെ കീഴിലാണ്. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പോൾ ഗോഡ് ഈസ് എവർ പ്രസൻറ്റ്, എവരിവെയർ പ്രസൻറ്റ്. പക്ഷെ അതൊരിക്കലും എന്താ പറയുന്നത് നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ഒരേ സമയത്ത് പല സ്ഥലത്താകാൻ നമുക്ക് സാധിക്കില്ല. ഇപ്പം എനിക്ക് ഇവിടെ മാത്രം ഇരിക്കാൻ പറ്റുള്ളൂ, അതേ സമയത്ത് എനിക്ക് എറണാകുളത്തും കൂടെ ആയിരിക്കാൻ പറ്റില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നടക്കില്ല. ഓൺലി ഗോഡ് ക്യാൻ ബി ലൈക്ക് ദാറ്റ്. ഓൾ നോയിങ്, എവർ പ്രസൻറ്റ്, ഓൾ പവർഫുൾ, ഇതൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു സ്വഭാവം. ഗോഡ് ഈസ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ അവൻ ഒരു മനുഷ്യനെ ആവശ്യമില്ല, ലോകത്തിൽ സൃഷ്ടിയെ തന്നെ ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഗോഡ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഇൻ ഹിംസെൽഫ്. അവന് സ്നേഹിക്കണം എന്ന് വിചാരിച്ചോ, സ്നേഹിക്കാനും വേറെ ആരെയും നോക്കണ്ട, അവിടെ തന്നെ ആളുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, സഫിഷ്യൻ്റ്. അവൻ്റെ ഗുണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിലോ, അവൻ എന്ത് തീരുമാനിക്കണമെങ്കിലോ അവൻ
ഓൾ സഫിഷ്യൻ്റ് ആണ്. ഒരു മനുഷ്യൻ്റെയോ ഒരു സൃഷ്ടിയുടെയോ ആവശ്യം ദൈവത്തിന് ഇല്ല. ഇതിനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അവർ ഗോഡ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഗോഡ്. ഹി ഈസ് നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ ഹിസ് ക്രിയേഷൻ ഫോർ എനിത്തിങ്. ദൈവം സൃഷ്ടിയുടെ ഭാഗമല്ല. ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന പാന്തീസത്തിൽ അങ്ങനെയാണ്. ദൈവം ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ നമ്മുടെ ദൈവം ഈ പ്രപഞ്ചത്തിൽ നിന്നും സൃഷ്ടിയിൽ നിന്നും വ്യത്യസ്തനാണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഈ പ്രപഞ്ചമില്ലെങ്കിലും ദൈവമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഈ പ്രപഞ്ചം ഇവിടെ ഇല്ലെങ്കിലും ദൈവമുണ്ട്. ഹി ഈസ് ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, നമുക്ക് ഇൻഡിപെൻഡൻസ് ഓഫ് ഗോഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ്? നമുക്ക് ചില വചനങ്ങൾ നമുക്ക് അതിനു വേണ്ടി വായിക്കാം. എന്താണ് ഈ ഇൻഡിപെൻഡൻസ് ഓഫ് ഗോഡിൻ്റെ ഇമ്പോർട്ടൻസ്? ഓക്കെ, നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 17:24-25. ആക്സ് 17:24-25. ഞാൻ ഇന്ന് എക്സ്റ്റംബറി പ്രസംഗിക്കല്ല, എൻ്റെ കയ്യിൽ നോട്ട്സ് ഉണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡോക്ടറിനൽ ഡിസ്കോഴ്സ് ആയതുകൊണ്ടാണ്. ഐ എം നോട്ട് ജസ്റ്റ് സ്പീക്കിംഗ് എക്സ്റ്റംബറി. ഓക്കെ, അപ്പോസ്തല പ്രവൃത്തികൾ 17:24-25. കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ദൈവത്തിനൊരു ആലയം പണിയണം. കർത്താവ് എന്താ പറയുന്നത്? ആലയം പണിതോ, നിങ്ങൾ കൂടിക്കോ, ഞാൻ അവിടെ ഇല്ല. മനസ്സിലായോ? അപ്പൊ കൈപ്പണിയായ സ്ഥലങ്ങളിൽ അപ്പൊ ദൈവത്തിന് ആർക്കെങ്കിലും ഒരു ടെമ്പിൾ പണിത് കൊടുക്കാൻ പറ്റുമോ? ഒരു ആലയം പണിത് കൊടുക്കാൻ പറ്റുമോ? നിങ്ങളൊരിത്തിരി നിശബ്ദരാകുന്നുണ്ട്. കാരണം ആലയം പണിയാനുള്ള പിരിവ് പലയിടത്തും പോകുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ആലയം പണിയണ്ടേ? ഞാൻ ഇന്നത്തെ ഈ മതത്തിൻ്റെ ഏറ്റവും വലിയ, പെന്തക്കോസ്ത് മതത്തിൻ്റെ ഏറ്റവും വലിയ ശാപങ്ങളിൽ ഒന്നാണ് ഈ മണിമാളികകൾ പോലുള്ള ആരാധനാലയങ്ങൾ. എന്തിനാണ് ഇത്രയും വലിയ ആരാധനാലയം? ദൈവം എന്തായാലും അവിടെ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിപ്പില്ല. ഇപ്പം ഇന്ന് എന്താഴ്ച? ഇന്ന് ചൊവ്വാഴ്ച. ഈ ചൊവ്വാഴ്ച ദിവസം എത്രയോ ആരാധനാലയങ്ങൾ ചുമ്മാ കിടക്കുക. ആകെ അവിടെ എന്തെങ്കിലും അനക്കം ഉണ്ടാകുന്ന ഞായറാഴ്ച രാവിലെയും വെള്ളിയാഴ്ച രാവിലെയാണ്. ബാക്കിയുള്ള ദിവസം വല്ല ഈവനിങ് ബൈബിൾ സ്റ്റഡി ഉണ്ടെങ്കിലായി. അല്ലെങ്കിൽ ഇതെല്ലാം അടഞ്ഞു കിടക്കുക. അവിടെ ദൈവം ഇരിപ്പുണ്ട്. ഇപ്പോൾ ഒറ്റയ്ക്ക് പ്രത്യേക പ്രസൻസുമായിട്ട്, അനുഗ്രഹിക്കാനുള്ള പ്രസൻസുമായിട്ട് ദൈവം എല്ലായിടത്തും ഉണ്ട്. ആ അർത്ഥത്തിലല്ലാതെ ദൈവം അവിടെ പ്രസൻ്റ് ആണെങ്കിൽ ആദ്യം ആര് പ്രസൻ്റ് ആവണം? 2-3 പേർ അവൻ്റെ നാമത്തിൽ കൂടിയാൽ അനുഗ്രഹിക്കുന്നവൻ്റെ പ്രസൻസ്, സംസാരിക്കുന്ന, ഇടപെടുന്ന കൂട്ടായ്മയുടെ ഉള്ള അവൻ്റെ പ്രസൻസ് അവിടെ കാണും. ഒരു ദേവാലയം പണിത് അത് ദൈവത്തിന് കൊടുത്ത് അവിടെ നീ വസിച്ചോ എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്തിനാ ഒരു ആലയം വേണമെങ്കിൽ അത് എന്തിനാ വേണ്ടത്? ജനങ്ങൾക്ക് കൂടിയിരുന്ന് ഫെലോഷിപ്പിന് വേണ്ടിയാണ്, അല്ലേ? നമുക്കൊരു 35-40 പേരായി കഴിയുമ്പം ഇപ്പം നമുക്ക് ഇവിടെ ഒരു ഹോൾ കിട്ടി. എത്ര നാളത്തേക്കാണെന്ന് അറിയില്ല. ദൈവത്തിൻ്റെ കൃപയാൽ ഒരു ഹോൾ ഇവിടെ ഉണ്ട്. മതി, പോരെ? മതി. ഇനി ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വേറൊരെണ്ണം വേണമെന്ന് വിചാരിച്ച് ദൈവം വേറൊരെണ്ണം ഒരുക്കിക്കോളൂ. ദൈവത്തിനൊരു ആലയം ഒരുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാനിതിന് പിരിവായിട്ട് ഇറങ്ങേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ദൈവം ആരാ? ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, കർത്താവിൻ്റെ ആത്മാ പറഞ്ഞാ എന്താ ആലയം പണിയണം, പൈസയോ അത് നീ തെണ്ടി ഉണ്ടാക്കിക്കോളാനാണ് പറഞ്ഞേക്കുന്നത്. ദൈവം അങ്ങനെ പറയൂ? നിങ്ങളൊന്ന് ചിന്തിച്ചേ, പറയുമോ? ദൈവത്തിനൊരു ആലയമില്ലാതെ സഹിക്കാൻ പറ്റുന്നൊരവസ്ഥ ഇല്ല, സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇല്ല. അവന് നിങ്ങൾക്കൊരാലയം വേണമെങ്കിൽ അവൻ തന്നെ അത് തരും തക്ക സമയത്ത്. ഇതിൻ്റെ ഒന്നും പുറകെ നമ്മൾ നടക്കുന്നത് തന്നെ ശരിയല്ല. ഇത് നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് ദഹിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഈ ആലയം പണിയാൻ പോയതുകൊണ്ട് സംഭവിച്ചേക്കുന്നത് എന്താണെന്നറിയാമോ? ഇന്ന് ഈ ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ ഫോറിൻ ഫണ്ട്സ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. വരുന്നില്ലെന്ന് പറയുന്നില്ല, നിൽക്കുവാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്ന ഒരാളാണ്. ഈ പണത്തിൻ്റെ 95% കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിനാണ് പോകുന്നത്. കെട്ടിടം പണിയോട് കെട്ടിടം പണി. ഇപ്പോൾ ഒരു ചർച്ച പണിതു, അത് കഴിഞ്ഞപ്പോൾ കുറേ പൈസ കൂടെ വന്നു, നമുക്കൊരു നിലയുടെ പണിതാലോ ബ്രദറെ? ആയിക്കോട്ടെ. അപ്പോൾ കുറച്ചുകൂടെ പൈസ വന്നു, ഈ പൈസയ്ക്ക് ഇങ്ങനെ വരുവാണല്ലോ. എന്നാൽ പിന്നെ നമുക്കൊരു മാര്യേജ് നടത്താൻ ഒരു ഹോളും കൂടെ പണിതാലോ ബ്രദറെ? ഓക്കെ. ഇതിങ്ങനെ പണിത് മഹാകൂടാരങ്ങൾ വരുന്നു. പക്ഷേ എത്രയോ മിഷണറിമാർ, പാസ്റ്റർമാർ നയാ പൈസ ഇല്ലാതെ കടഭാരമായിട്ട് പിള്ളേരെ പഠിപ്പിക്കാൻ കിടക്കുന്നു. അങ്ങോട്ട് ഈ പൈസ ഒഴുകി ചെല്ലില്ല. ഇതെല്ലാം മാമോൻ്റെ ഭയങ്കര നിയന്ത്രണത്തിൽ കിടക്കുന്ന കാര്യമാണ്. 90% മണി ഈസ് ഡെഡിക്കേറ്റഡ് ഫോർ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്. ഇത് ഞാൻ കണക്ക് കൂട്ടി ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എടുത്ത് നോക്കിയിട്ട് പറഞ്ഞതല്ല കേട്ടോ, ചുറ്റും നോക്കി പറഞ്ഞത്.
ഓക്കെ. അപ്പൊ ദൈവത്തിന് വസിക്കാൻ ഒരു ആലയം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ ദൈവത്തിന് എന്ത് വേണ്ട? വീട് വേണ്ട. ഇയ്യോബ് 41:1. ഇയ്യോബ് 41:1. 41:11. ഐ എം സോറി, 41:11. പെട്ടെന്ന് വായിക്കോ. ഞാൻ മടക്കി കൊടുക്കേണ്ടതിന്. ആരാ ഇത് പറയുന്നത്? ദൈവം പറയുന്നത്. ഞാൻ മടക്കി കൊടുക്കേണ്ടതിന്. കേട്ടോണേ പെന്തക്കോസ്തുകാരെ, ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് എനിക്ക് മുൻകൂട്ടി തന്നത് ആര്? ആരടാ 10 രൂപ ദശാംശം 100 രൂപ ചോദിക്കുന്നവൻ? അതല്ലേ ചോദിച്ചേക്കുന്നത് ദൈവം. ഞാൻ അങ്ങോട്ട് കൊടുക്കേണ്ടതിന് അതിന് മുൻപേ എനിക്ക് തന്നവൻ ആര്? അടുത്ത വാക്യം. ആകാശത്തിന് കീഴെ ഉള്ളതൊക്കെയും എന്റേതല്ലയോ? അതാ CSIക്കാർ പറയുമ്പം ഈ കർത്തൃമേശയ്ക്ക് മുമ്പ് അവർക്കൊരു പ്രാർത്ഥനയുണ്ട്. അതിനകത്ത് ഇങ്ങനൊരു വാക്ക് പറയോ: ഞങ്ങൾ നിനക്കൊന്നും തരുന്നില്ല, എല്ലാം നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് നിനക്കങ്ങ് തരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇതിനകത്ത് ക്ലെയിം ചെയ്യാൻ ഞങ്ങൾക്കൊന്നുമില്ല, ഇതെല്ലാം നിന്റെ സാധനം തന്നെ, അത് തന്നെ അതിനകത്തൊരു പങ്കെടുത്ത് നിനക്ക് തന്നെ തരുന്നേ ഉള്ളൂ. ഇനി എന്തിനങ്ങനെ കഷ്ടപ്പെട്ട് കൊടുക്കുന്നറിയാൻ മേല. പക്ഷേ നമ്മൾ ഉൾപ്പെടെ സകലതും അവൻ്റെയാണ്. ഇപ്പം എൻ്റെ കയ്യിൽ 100 രൂപ ഉണ്ടെന്ന് വെച്ചോ, എത്ര പെർസെൻ്റാണ് ദൈവത്തിൻ്റെ? എത്ര പെർസെൻ്റാണ് ദൈവത്തിൻ്റെ? പെട്ടെന്ന് പറ. 10% അല്ല. ഈ 100 രൂപ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ, ആ കയ്യിരിക്കുന്ന 100 രൂപ ഉൾപ്പെടെ എല്ലാം ദൈവത്തിൻ്റെയാണ്. പിന്നെ ഈ 100 രൂപ എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നോക്കണം, കർത്താവ് എനിക്ക് ഇതിനകത്ത് എത്ര രൂപ വേണം? ഒരു ആവറേജ് ലൈഫ് ജീവിക്കാൻ ഓക്കെ 20 രൂപ മതി. ബാക്കി 80 രൂപ ദൈവത്തിൻ്റെയാണ്. ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെയാണ്. സന്തോഷമായില്ലേ? എല്ലാം ദൈവത്തിൻ്റെ ആണല്ലോ. അപ്പൊ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ചെടുത്ത് നമ്മൾ ചെലവാക്കുന്നു. ഇത് പഠിപ്പിക്കാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് 10% ദശാംശം പറഞ്ഞ് നമ്മൾ പിടിച്ചു മേടിക്കുന്നത്. തിരിച്ചു പറഞ്ഞാൽ എല്ലാം കുടുങ്ങും. അപ്പൊ ശരിക്കും എല്ലാവരും ദൈവത്തിൻ്റെ ആണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ദൈവത്തിന് കൊടുത്താൽ എവിടെന്നേ കൊടുക്കുന്നുള്ളൂ? അവൻ്റെ സ്വത്തിൽ നിന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ദൈവത്തിന് പൈസ കൊടുക്കാൻ പറ്റില്ല. പൈസ കൊടുത്തിട്ട് പകരം തരാൻ പറയാൻ പറ്റില്ല. കൊടുത്താൽ അനുഗ്രഹിക്കും എന്നുള്ള തിയോളജി അവിടെ വെട്ടിക്കോ. ഇനി അത് കേൾക്കുമ്പോൾ ഉടനെ പറഞ്ഞോണം കൊടുത്താൽ അനുഗ്രഹിക്കും. നോ, ദാറ്റ്സ് റോങ് ഡോക്ട്രിൻ. ദൈവത്തിന് കൊടുക്കാനേ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ പൈസ കൂട്ടി വെക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ഒരു പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പാൻ ആ പൈസ എടുത്ത് ചിലവാക്കിയാൽ നാളെ നിങ്ങളുടെ അടുത്ത് പൈസ വരും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അത് അങ്ങനെ തന്നെ കൊടുക്കേണ്ടി വരും. എപ്പോൾ കൂട്ടി വെക്കുന്നു അപ്പോൾ ഫ്ലോ നിൽക്കും. ആ വെള്ളം പിന്നെ ഉപയോഗിക്കാൻ പറ്റാതാവും. ഓൾറൈറ്റ്, സന്തോഷമായോ? സന്തോഷമായില്ലെന്ന് തോന്നുന്നല്ലേ? അടുത്ത വാക്യം പറയാം. സങ്കീർത്തനങ്ങൾ 50:10, 11, 12. സങ്കീർത്തനം ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അവനൊന്നും വേണ്ട, വീട് വേണ്ട, പൈസ വേണ്ട. 2 കാര്യം മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ദൈവത്തോടൊന്ന് നന്ദി പറയണം. എന്ത് ചെയ്യണം? ഒരു ആലയം പണിയാൻ പൈസ കൊടുത്താൽ മതിയോ? കേൾക്കുന്നുണ്ടോ? എൻ്റെ മോൾക്ക് അമേരിക്കയിൽ ജോലി കിട്ടി ബ്രദറെ. ഞാനുണ്ട് സന്തോഷത്തിന്. ആരെ സന്തോഷിപ്പിക്കാനാ? ദൈവത്തിനൊരു നേർച്ച കഴിക്കുന്ന പോലെ ഒരു ആലയത്തിനൊരു ഡോർ ഞാൻ വെച്ച് കൊടുത്തേക്കാം. ആവശ്യമുണ്ടോ? ഇനി അടുത്തത് വായിച്ചോ. 10, 11, 12. സങ്കീർത്തനം 10, 11, 50:10, 11, 12. 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. മലകളിലെ പക്ഷികളൊക്കെയും ഞാൻ അറിയുന്നു. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയല. ഈ ഭൂമിയിലുള്ള സകലതും എനിക്കുള്ളതാ. എനിക്ക് വിശക്കൂല. വിശന്നാലും നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല എന്ന് പറഞ്ഞാൽ ആഹാരം കൊടുക്കാൻ പറ്റിയല്ല. ഇപ്പം എന്തൊക്കെ കൊടുക്കാൻ പറ്റിയല്ല ദൈവത്തിന്? എന്തൊക്കെ കൊടുക്കാൻ പറ്റിയല്ല? ആഹാരം കൊടുക്കാൻ പറ്റിയല്ല, പിന്നെ വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റിയല്ല, പിന്നെ പൈസയും കൊടുക്കാൻ പറ്റിയല്ല. ഇതൊന്നും ദൈവത്തിന് വേണ്ട. ഓക്കെ, ഇനി വെളിപ്പാടിന്റെ പുസ്തകം 4:11.
ആ ആ മഹത്വവും ബഹുമാനവും ആ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് സിംഹാസനത്തിന് മുമ്പിൽ ഇടും. അപ്പൊ സകലതും സൃഷ്ടിച്ചത് ആരാ? ദൈവം. അപ്പൊ സകലത്തിന്റെ അവകാശി ആരാ? ദൈവം. ഇവിടെ നമ്മൾ ജീവിക്കുന്നത് പോലും ദൈവത്തിന്റെ കൃപയാ. അപ്പോൾ എല്ലാം അവന്റെ സ്വന്തമാണ്. നമ്മൾ എന്തെങ്കിലും കൊടുത്തു എന്ന് പുകഴാനുണ്ടോ? ഒന്ന്. ദൈവം നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ?